ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ പാലമറ്റം ദേശനിവാസികൾ രാവും പകലും സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ ഓടി നടന്ന് വേല ചെയ്യുന്ന ദാസന്മാർ, ദാസിമാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാം. കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ ഇൻ ദിസ് ഈവനിങ്. വി ആർ ഗോയിങ് മാത്യു ചാപ്റ്റർ 24 വേർഡ്സ് 3, 4, 5. മത്തായി സുവിശേഷം 24, 3, 4, 5 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ മൈക്കിൽ കൂടി വായിക്കും. വായിച്ച് സഹായിക്കണം. വാക്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. പല വാക്യങ്ങളും പുറത്തു നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ തുറന്നിരിക്കും. വാക്യം വായിക്കാം മക്കളെ. മത്തായി 24, 3, 4, 5 വാക്യങ്ങൾ. മൈക്ക് കൂടെ വായിച്ചാട്ട് മോനെ, മൈക്ക് കൂടെ വായിച്ചാട്ട്. അവൻ ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ജോയി പാസ്റ്ററോ സാങ്കുട്ടി പാസ്റ്ററോ ഞാനും ഒന്നുമല്ല. യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിച്ചു കളയും. ഒരിക്കൽ കൂടി അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. അതിന് നാഥൻ ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരുന്നൊരു കാലം. കണ്ണുകൾ ദൈവസന്ധിയിൽ അടയ്ക്കാം. ഒരിക്കൽ കൂടി ദൈവസന്ധിയിൽ കർത്താവിന് മഹിമ കൊടുക്കാം. ഈ കോവിഡിന് ശേഷം പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. സ്വത്രം ഇന്ന് രാത്രി വലിയ വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല. മകനെ മകളെ 2024 കണ്ടവർ 25 കണ്ടില്ല. അമ്മച്ചി അപ്പച്ച 25 ജനുവരി കണ്ടവർ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലുകൾ കൊണ്ട് നടന്നു വന്ന് ഈ പന്തലിനകത്ത് കയറിയിരിക്കുവാൻ കൃപ കാണിച്ച കർത്താവിന് കോടാനുകോടി സ്വത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? കേരളത്തിൻ്റെ വടക്കേറ്റമായൊരു മണ്ണുണ്ട്. കർത്തൃദാസന്മാർക്കറിയാം, വയനാടിൻ്റെ ഓരോ ഭാഗത്തുനിന്ന് വചനം പ്രസംഗിപ്പാൻ സ്വർഗം എളിയവനെ ബലപ്പെടുത്തി. പുൽപ്പള്ളിയും ബത്തേരിയും മാനന്തവാടിയും ബാണാസുരസാഗറും പടിഞ്ഞാറേത്തറയും കൽപ്പറ്റയും മീനങ്ങാടിയും അമ്പലവയലും അതിൻ്റെ അവസാന ഭാഗം തിരുനെല്ലി, അതിനോടനുബന്ധിച്ച് മേപ്പാടിയിൽ ഞാൻ പ്രസംഗിച്ചു. നല്ല 4 മലകൾ മേപ്പാടി പ്രകൃതി രമണീയം. 1 പുത്തുമല, 2 മുണ്ടക്കൈ, 3 ചൂരമല, 4 വെള്ളാർ മല. ഇതാ മേപ്പാടിയുടെ പ്രത്യേകത. മകനെ മകളെ രാത്രി 11:30 കുറച്ചു പേർ മൊബൈലിൽ സംസാരിച്ച് കാണും, നാട്ടുകാരോട് ഇടപെട്ട് കാണും, അല്ലെ ക്രിസ്ത്യൻ പാട്ടുകൾ കേട്ട് കാണും, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് കാണും. അതിൻ്റെ നടുവിൽ രാത്രി 11:30 ഒന്നാമത്തെ ചലനം തുടങ്ങി. 4.5-ൽ ഭൂമി ഒന്ന് ചലിച്ചു. അതിൻ്റെ പേര് മൈന്യൂട്ട് എർത്ത് 4.5. ഭൂമി പടുപടപൊട്ടും ഗടികിടക്കീറും മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും, അത് വിറയ്ക്കും വീഴും, എഴുന്നേൽക്കയില്ല. ഗ്ലാസുകളും കപ്പുകളും കൂട്ടിമുട്ടി, ആരും അറിഞ്ഞില്ല. എല്ലാവരും സുഖസുഷുപ്തിയിലേക്ക്. രാത്രി 1:30 വയനാട്ടിൽ നടന്നത്. മതമിളകിയ ആനയുടെ പുറത്തിരിക്കുന്ന പാപ്പാന വലിച്ചെറിയുന്നത് പോലെ പടപട 4 മലകൾ താഴെ, ആയിരക്കണക്കിന് വീടുകൾ കിടക്കുന്നു. ഇന്ന് രാത്രി പാലമുറ്റത്തുള്ളവർ, തെങ്ങണ കറുകച്ചാൽ മക്കൾ മേപ്പാടിയിൽ ചെന്നൊന്ന് നോക്കണം. എന്താ കാണുന്ന? പഞ്ചായത്ത് ഇരിപ്പുണ്ട്. 400 എണ്ണത്തിൻ്റെ മരിച്ച ഫോട്ടോ. 38 പേരുടെ കൈകാലുകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. നിലമ്പൂരിൽ കൂടി പുത്തുമലയിൽ കൂടി ഇറങ്ങി വരുന്നൊരു നദിയുണ്ട്. അതിൻ്റെ പേര് പോത്തുകലിൽ കൂടി ഒഴുകുന്ന ചാലിയാർ പുഴ. 2 ദിനം കഴിഞ്ഞ് സഹോദരിമാർ രാവിലെ തുണിയലക്കാനും ചെറുപ്പക്കാർ പശുവിനെ കുളിപ്പിക്കാൻ വന്നപ്പോൾ നദിയിൽ കണ്ട കാഴ്ച. 2 ദിനം മുമ്പ് ഉരുൾപൊട്ടിയവൻ്റെ കൈയും കാലും ദാ നദിയിൽ കൂടി ഒഴുകുന്നു. ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയിലും ഒരു ഭൂകമ്പം വരാമായിരുന്നു. വാകത്താനം ഒന്ന് കുലുങ്ങാമായിരുന്നു. കറുകച്ചാലിലെ മലയൊന്ന് വീഴാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഇന്ന് രാത്രി ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിലെ ശ്രുതികളിൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കണ്ണിനെ കണ്ണുനീരിലും കാലിന് വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി
കോടാനുകോടി സ്തോത്രം. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിലങ്ങ് ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി മുതൽ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ രാത്രി കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകത്തിരുന്ന സക്കായുടെ വീട്ടിനകത്ത് നാഥൻ്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷയിലേക്ക് വന്നതുപോലെ പാലമുറ്റത്ത് ചില കുടുംബങ്ങൾ യേശുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ, സർവശക്തന് വേണ്ടി അവൻ്റെ കരങ്ങൾ ഉയരുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തുടർന്ന് തരുന്നു. ഇന്ന് രാത്രി മുതൽ 4 ദിവസം ഇവിടെ മുഴങ്ങുന്ന ശബ്ദം, മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ആത്മഹത്യക്ക് വേണ്ടി ദേശത്ത് കാത്തിരിക്കുന്നവർ നാഥന് വേണ്ടി കരം ഉയർത്തുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തരുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, ഇവിടുത്തെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന മക്കൾ, വേലക്കാർ, കൂലിക്കാർ എല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ ബിരുദമോ ഡിഗ്രിയോ ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ രാത്രി മുതൽ ഇവിടെ ഉയരണം. ആദിയോടെന്ന തിരുസാന്നിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദം, വെളിച്ചം, പ്രകൃതി, കുടുംബം, മക്കളെല്ലാം അങ്ങ് കാക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കാം. ശ്രദ്ധയോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിനകത്ത് 262 അധ്യായങ്ങൾ, 4 തലമ പുതിയ നിയമത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ, അതിൻ്റെ കാതലായ പ്രസക്തി സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവും, മർക്കോസ് ദാസത്വവും, ലൂക്കോസ് മനുഷ്യത്വവും, യോഹന്നാൻ ദൈവത്വത്തെ വരച്ചു കാട്ടുന്നു. ഇന്ന് രാത്രി വായിച്ചത് മത്തായി AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 37 മത്തായി എന്ന എഴുത്തുകാരനിൽ കൂടി എഴുതിയത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, മത്തായി സുവിശേഷം 28 അധ്യായങ്ങൾ. സുവിശേഷത്തിൻ്റെ കാലികമായ പ്രസക്തി ഇന്ന് ഭാഗത്ത് 5 കാര്യങ്ങൾ സുവിശേഷത്തിൽ. 1 നാഥൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ കാര്യം ബന്ധികോസുകാർ പ്രസംഗിക്കാറുമില്ല. രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ഇന്ന് രാത്രി പഴയ നിയമത്തിൻ്റെ അവസാന 2 ഭാഗങ്ങൾ ശ്രദ്ധയോടെ വിവേകത്തിൽ. സെഖറിയാ പ്രവചനം 38, മലാക്കി 39. ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ 400 വർഷം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അധ്യായം 1 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയുടെ തുടക്കം. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി ഇവിടെ രേഖപ്പെടുത്തുന്നു. അധ്യായം 2 മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണം. അവിടെ അത് നാഥൻ്റെ ജനനത്തെ വരച്ചു കാട്ടുന്നു. എവിടെ പാപം തുടങ്ങുന്നു? പ്രഭാഷണത്തിൻ്റെ ആദ്യഘട്ടം. ഉൽപ്പത്തി പുസ്തകം 1 ആദിയിൽ ദൈവം, ആകാശം ഭൂമി, പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ശ്രദ്ധയോടെ ഇറാഖിൻ്റെ വടക്കേറ്റം യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, അക്കരമണ്ണ്, എത്യോപ്യ, പുറകെ വീണ്ടും പറയും. അവിടെ 6 ഘടകങ്ങൾ: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. അവരെ പാർക്കുവാൻ കൊണ്ടുവന്നത് ഏതൻ. അടക്കി പാടുക, പെറ്റുവരിക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. അതിനോടനുബന്ധിച്ച് ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ട് പുറത്തു പോകും. ആദ്യമായി സർപ്പം പല പ്രാവശ്യം ആദമിനെ പിടിച്ചു. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവകരം ഇറങ്ങിയത് കൊണ്ട് ആദമിന് ഇതിൽ വീഴാൻ കഴിഞ്ഞില്ല. എങ്ങനെയോ നാടൻ ഭാഷ, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അവ്വാമ്മയുടെ വാട്സപ്പ് അവന് കിട്ടി. ആദം ഇടയ്ക്കിടയ്ക്ക് പാലമുറ്റത്ത് നിന്ന് ചങ്ങനാശ്ശേരി പോയപ്പോൾ അമ്മായിമ്മയ്ക്ക് മെസ്സേജും അടിച്ചു. മനസ്സിലാകുന്നവർക്കായി. വീട് കിട്ടും, കാറ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, മോനെ തെക്കേ അമേരിക്കയിലും അയക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് സർപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്: പുള്ളമ്മാമ തിന്നരുത്, പകുതി ഫ്രിഡ്ജിലും വെച്ചിരിക്കണം. മനസ്സിലാകുന്നവർക്കായി. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചു. ചങ്ങനാശ്ശേരി ചന്തയിൽ പോയി മടങ്ങി വന്ന അച്ചായനും കൊടുത്തു. 2 പേരൂടെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ
സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യനോട് വീണ്ടും സ്വർഗം ചോദിക്കുന്നു, ആദമേ നീ എവിടെ എന്ന്. രാത്രി ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് മനുഷ്യൻ രക്ഷയുടെ വസ്ത്രത്തിനകത്ത് പുറത്തു പോകുമ്പോൾ അവനെ മടക്കി വിളിച്ച് വീണ്ടും ഒരിക്കൽ കൂടി മാറോട് ചേർക്കുന്ന സ്നേഹത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതാ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. അവിടെ ആ പാപം ആരംഭിക്കുന്നത്. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാകും. മരവുരിയാടുകൾ കൊണ്ട് തേജസ് നഷ്ടപ്പെടുത്തിയവർ തോട്ടത്തിന് പുറത്തായി. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാകും. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന 1890 കിലോമീറ്റർ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 1:12. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ, ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ തലമുറ. 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ കിട്ടിയ അമ്മച്ചി, പേര് ഇസഹാക്ക്. പക്വതയോടെ വീട്ടിനകത്ത് വളരുമ്പോൾ സ്വർഗത്തിൻ്റെ അടുത്ത കൽപ്പനയെ അബ്രഹാമിൻ്റെ കർണപുടങ്ങളിൽ ഇറങ്ങി. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരണം. യാഗപീഠത്തിൽ ഹോമയാഗം സമർപ്പിക്കണം. ഇനി ഒരു മകൻ ഉണ്ടാകുമെന്നറിയത്തില്ല. തൻ്റെ രക്തം തൻ്റെ ജീവൻ. എങ്കിലും അബ്രഹാം കൽപ്പന ഏറ്റു. എപ്പോഴും യാഗത്തിന് പോകുമ്പോൾ ആടിൻ്റെ കയറ് കുഞ്ഞിൻ്റെ തലയിൽ കാണും. വിറകും കെട്ടുമെടുത്തുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞ് നടക്കാൻ മോറിയ മലയിലേക്ക്. കുഞ്ഞ് ചോദിച്ചപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിൽ സമർപ്പിക്കേണ്ട കോലാട്ട് കൊറ്റനെവിടെ? കുഞ്ഞിനോട് അപ്പൻ പറഞ്ഞ യഹോവ കരുതിക്കൊള്ളും. ഇതാ അചഞ്ചലമായ വിശ്വാസം. തൻ്റെ ഏകജാതനായ പുത്രനെ ഇവിടെ മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി കണ്ണമായി അറുത്തതിനകത്ത് തീ കൂട്ടി ചാമ്പൽ വാരി എറിഞ്ഞാൽ അതിൻ്റെ നടുവിൽ നിന്ന് ആയിരക്കണക്കിന് അബ്രഹാം, ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞ യഹോവ കരുതിക്കൊള്ളു. എൽ ശദ്ദായി ആയ ദൈവം. ഒരു വഴിയായി അവർ കടന്നു പോകുന്നു. 3 ദിവസത്തെ വഴി ദൂരം. പ്രിയ കുഞ്ഞിനെ കൊണ്ട് മോറിയാദേശത്തുള്ള പാറയോട് ചേർത്ത് കെട്ടി വിറകുകളെല്ലാം അടുക്കി അവസാനം തൻ്റെ പ്രിയ മകൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കുന്നതിന് തൊട്ടു മുമ്പ് അബ്രഹാം ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. സ്വർഗത്തിൻ്റെ കരം അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി കൺവെൻഷൻ കൊണ്ടത് ഇന്നത്തെ ആദ്യ രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിവർ നിനക്കെതിരായിരിക്കും. അമ്മ അച്ചായ എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ? ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ലാസ്റ്റ് മോമെന്റിൽ വിഷയത്തിന് മറുപടി തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞ് ഭാരപ്പെടേണ്ട, മറുവഴിയായി ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ അയച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, പ്രതിസന്ധി ആഞ്ഞടിക്കും, നിന്റെ പടക് തകരുമെന്ന് ദുഷ്ടപിശാചും ഈശാനുമൂലനും പറയും. എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിനക്ക് മറുപടിയായി ഒരു ആട്ടിൻകുട്ടി കയറി വരുന്നുണ്ട്. ദൂതേറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. സഹോദരി, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ചെറുപ്പക്കാരെ ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, ബ്രദറെ സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മകളെ മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശ ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുക, തെങ്ങടയിൽ കറുകച്ചാലിൽ നിന്റെ മുടിയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഭാരങ്ങൾ കണ്ട്, പ്രയാസങ്ങൾ കണ്ട് നീ പുറകോട്ട് ചലിക്കരുത്. ഒരുപക്ഷെ ലോകം പറയും തകർന്നു പോകും, ക്യാൻസർ 4ാമത്തെ സ്റ്റേജാകും, നാട്ടുകാർ പറയും നിന്റെ വീട്ടിൽ ശവപ്പെട്ടി വരും. കാര്യത്താസകാരനും മാതയും തള്ളിയിട്ട് രഹസ്യമായിട്ട് കുഞ്ഞുങ്ങളോട് പറയും അപ്പന് ശവപ്പെട്ടി മേടിച്ചോളാം. എന്നാൽ ഇന്ന് രാത്രി അച്ചായ ഗ്രൗണ്ടിനകത്ത് കരം ഉയർത്തണം. ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded the first evening. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ മറുവഴിയായി നിനക്കൊരു വിടുതൽ വരുന്നുണ്ട്. ഇന്ന് രാത്രി ചെത്തിപ്പുഴക്കാരൻ പറയും അമ്മമ്മ ഹാർട്ട് അറ്റാക്ക്, ഇനി രക്ഷയില്ല. തിരുവല്ല ബിലീവേഴ്സിലെ കുഞ്ഞുങ്ങൾ പറയും മമ്മി മരിച്ചു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളോട് ചെവി പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആരിന്ന് രാത്രി കരമുയർത്ത് ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, എൻ്റെ ശക്തനാക്കുന്നവൻ മുഖാന്തരം 2025 ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി പാലമുറ്റ പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ ഈ രാത്രി നിന്നെ വിട്ടുപോകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കുക, മറുവഴി നിനക്കെതിരെ ഒരു ആട്ടിൻകുട്ടിയെ കടത്തി തരുക. ഇസഹാക്കിന്റെ കണ്ണുനീരിനകത്ത്
ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സദാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി. 2 ശ്രദ്ധയോടെ ഇരിക്കണം. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടമാർ അവരുടെ നിലവിളി കഷ്ടത ഞാൻ കണ്ടു. പെസകായിൽ ആയിരക്കണക്കിന് ആടുകളെ ഇറത്തു. ആടിൻ്റെ രക്തം കൊട്ടളക്കാൽമേൽ കുറുമ്പടിമേലും ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. 1 ഒരു പൈതൽ, 2 ഒരു കൂട്ടം ജനം, 3 ആർക്ക് വേണ്ടി ജ്ഞാനികൾ ജ്ഞാനിയെ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. 1,82,000 പരം ആടുകളെ അറുത്തു. ആടിൻ്റെ രക്തം ദൈവാലയത്തിൽ ഒഴുകി. കൂറു നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവൻ്റെ ദയ നീക്കമുള്ളത്. ദൈവസാന്നിധ്യം ഇറങ്ങി. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ 1 ഒരു കുഞ്ഞ്, 2 ഇസ്രായേൽ പാളയം, 3 ദൈവാലയം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തുന്നു. ആ സമയത്ത് വീട്ടിനകത്ത് പക വരുന്നു, കോപം വരുന്നു, കൊലപാതകം വരുന്നു, കുഷ്ഠം വരുന്നു, ടൈഫോയിഡ് വരുന്നു. അവിഹിത ഗർഭം വന്നപ്പോൾ പാളയത്തിനകത്ത് ഊനമൃഗങ്ങളെ, കോലാട്ടിനെയും ചെമ്മരിയാട്ടിനെയും ഊനമൃഗങ്ങളെയും പ്രാവുകളെയും വാരി വാരി അറക്കുന്നു. അത് കണ്ടിട്ട് മിണ്ടാപ്രാണിയുടെ രക്തം വീണപ്പോൾ സ്വർഗം ചോദിച്ചു, ആർ പോകും സകല പാപത്തിൻ്റെ പരിഹാരത്തിന്? പിതാവിൻ്റെ മടിയിൽ അവൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ 4 രാത്രിയും ഞങ്ങൾ അവനെ ഇവിടെ ഉയർത്തുന്നു. അതാ യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിൻ്റെ പാപമല്ല. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. മനസ്സിലാകുന്നവർക്കായി ചങ്ങനാശ്ശേരിയിൽ BJPയുടെ റാലി നടക്കുമ്പോൾ ആദ്യം മോഡിജിയുടെ പേരല്ല വിളിച്ചു പറയുന്ന രക്തസാക്ഷികൾ സിന്ദാബാദ്. കോട്ടയം വാഗത്താനത്ത് CPMന്റെ പ്രകടനം നടക്കുമ്പോൾ പിണറായി പേരിൽ ആദ്യം രക്തസാക്ഷി മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. അവനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അവനത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി പെന്തിക്കോസുകാരും മിണ്ടുന്നില്ല. ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മത്തായി 2 വരുമ്പോൾ നാഥൻ്റെ ജനന ലോകത്തിൻ്റെ മധ്യപകുതിയായി ബേത്ലഹേമിൽ ജനിക്കുന്നു. ജനിക്കുന്നതിന് മുമ്പ് 3 കാതലായ പ്രവചനങ്ങൾ, അനവധി പ്രവചനങ്ങൾ പിറകിൽ ബൈബിൾ കൂട്. മീക്ക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് ഉരുവാകും. അതുകൊണ്ട് ഒഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം മറിയാമ്മച്ചിയും ഔസേപ്പ് എവിടെ വരുന്നു? ബേത്ലഹേമിൽ. 1-ാമത്തെ പ്രവചനം. 2 യെശയ്യാ പ്രവചനം 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. വരാൻ പോകുന്നു രാജാക്കന്മാരുടെ രാജാവായി. 3-ാമത്തെ പ്രവചനം യെശയ്യാ 7:14 എന്താ ഏറ്റവും നല്ല കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുക. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇസ്രായേലിൻ്റെ ചരിത്രം കട്ടികട്ടിയോടെ മനോമുഖരങ്ങളിൽ വായിച്ച് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ സിയാവിൻ്റെ പ്രവചനം കേട്ട കാലഘട്ടത്തിനകത്ത് അനേക പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ഇരുന്നു. അവരുടെ ഉള്ളിൽ ഒരു ധാരണ, ഞങ്ങളുടെ ഉള്ളിൽ മഷിക ജനിക്കും, അവരുടെ ആരുടെ ഉള്ളിലല്ല. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ വന്ന് ആരോട് പറഞ്ഞ്? മറിയാമ്മച്ചോട് പറഞ്ഞ്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നിന്നിൽ ഉയരത്തിൽ നിന്ന് സർവശക്തൻ്റെ ശക്തി വരും. ഒരു പുരുഷ പ്രജയെ ഉരുവാകും. അതിൻ്റെ പേര് ഇമ്മാനുവേൽ. ഇപ്പം സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറഞ്ഞാലും വേണ്ടിയല്ല. പെന്തിക്കോസാകട്ടെ, CSI ആവട്ടെ, ഇന്ന് ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് നമുക്കൊരു കട കിട്ടും. ഇമ്മാനുവേൽ സിൽക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പാസ്റ്റർമാരല്ല സിനിമാ നടിമാർ. സന്തോഷമില്ലല്ലോ. അതിനുശേഷം ബ്രദർകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇമ്മാനുവേൽ സിൽക്ക് കടയുടെ പേര്, ഇമ്മാനുവേൽ ടയർ കടയുടെ പേര്, ഇമ്മാനുവേൽ ഗാർമെന്റ് കടയുടെ പേര്, ടൂട്ടോഡിയുടെ പേര് ഇമ്മാനുവേൽ കോളേജ്. പ്രാർത്ഥിച്ചവനെ ഉദ്ഘാടനം ചെയ്യുന്ന കണിയും മണിയും നീ എല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടി വരും. സ്വോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് നിനക്കൊരു കടയോ കമ്പോളോ കിട്ടിയ കവർ കൊടുത്തില്ലെങ്കിലും വേണ്ടിയല്ലോ അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുന്ന ഭക്തന്മാരെ നിങ്ങളുടെ കടകളിലേക്ക് വിളിച്ച് പ്രാർത്ഥിപ്പാ എന്ന് രാത്രി പെന്തിക്കോസുകാരോട് പച്ചയ്ക്ക് പറയുന്നു. സ്വോത്രം. വീണുപോയി മഗതിയാം ബാബിലോൺ വീണുപോയതുപോലെ ഇന്ന് വന്ന വഴികൾ മറന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നടക്കുന്ന സകല പെന്തിക്കോസുകാരോട് ന്യായവിധി വരാറായി. പോച്ചയായി പോയാലാകാതെ ഇന്ന് രാത്രി മടങ്ങി വന്ന് ദൈവസന്ധിയിൽ ക്ലിയറായി നിൽക്കുന്ന മക്കള് അതിനുവേണ്ടിയാ പറയുന്നത്. ഇമ്മാനുവേൽ അവൻ എവിടെ? ലോകത്തിൻ്റെ മധ്യപകുതി ബേത്ലഹേം. മാതാപിതാക്കന്മാരുടെ നടുവിൽ അവൻ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ ഗലീലയിൽ നിന്ന് 40 മൈൽ നടന്നു യോർദാനിലെ
കലക്കവെള്ളത്തിൽ സ്നാനമേറ്റു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വചനം ശക്തിയോടെ 3.5 വർഷം നിത്യജീവന്റെ മൊഴിമുത്തുകൾ വാരി വിതറുന്നു. ദക്കപ്പൊലിമയിലും ശമരിയിലും യഹൂദിയിലുമെല്ലാം വരാൻ പോകുന്ന കാലത്തിൻ്റെ നിത്യജീവന്റെ മൊഴിമുത്തുകളും സത്വർത്തമാനങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂശീകരണം അടുത്തുപോയി. മത്തായി 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തുന്നു. ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുഞ്ഞിനെയും അഴിച്ചു കൊണ്ടുവരണം. വാഗ്ദാനക്കാർ ചോദിക്കുമ്പോൾ പറയണം, കർത്താവ് ഇതിന് ആവശ്യമുണ്ട്. മകനെ മകളെ, ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് നാഥൻ്റെ ജന്നത്തിന് പിറകിൽ സെക്കരിയാവ് എഴുതി വെച്ചു 9:9 ബൈബിൾ കൂടെ. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കി കൊണ്ടുവരും. അമ്മച്ചി, വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടപ്പുണ്ട്. 1 ഒരു കയറ് മുറുക്കിയിരിക്കുക, 2 ഭർത്താവ് മരിച്ചതായിരിക്കാം, 3 മേ ബി ഡൈവോഴ്സ് ആയിരിക്കാം, 4 നാട്ടുകാരെല്ലാം എഴുതി ഇനി പുറത്തു വരത്തില്ല, 5 ഇവർ മരണം കാണാൻ കാത്തിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കാത്തിരിപ്പിൻ്റെ നടുവിൽ വരുവാനുള്ളവൻ വന്നാൽ, ഇന്ന് രാത്രി നിന്റെ അമിക്കയറുകളെ അറത്താൽ, ചങ്ങനാശ്ശേരി, തൃക്കോടിത്താനും വാഗത്താനും പറയും നീ പുറത്തു വരത്തില്ല. ഇന്ന് രാത്രി 5 പ്രതികൂലം നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഇന്ന് രാത്രി കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരുക. കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയതുപോലെ വചനം ഏറ്റെടുക്കുന്നവർക്കായി 5 പ്രതികൂലം കുടുംബത്തിൻ്റെ ജീവിതത്തിനകത്ത് നിന്നെ തകർത്തുകൊണ്ട് ഒരുപക്ഷെ നിന്റെ തലമുറകളെ പദ്ധതി വെച്ചുകൊണ്ട് വരത്തില്ലെന്ന് ലോകം പറയുന്ന സ്ഥാനത്ത് 2025 5ാമത്തെ കൺവെൻഷനകത്ത് പറയണം, കഴുതയുടെ കണ്ണുനീരിനകത്ത് സർവശക്തന്റെ കരമിറങ്ങിയതുപോലെ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ശംദരാധികജാന ബൗഡാരവ ശംദുരെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവറിയിൽ തകർത്ത് ഉയർത്തെഴുന്നിട്ട് യേശുവിൻ്റെ നാമം ഈ കൺവെൻഷൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ നീ പുറത്തു വരത്തില്ലെന്ന് ഉട്ടപ്പിശാച് എഴുതി വെച്ച രേഖകളെ മാറ്റിക്കൊണ്ട് നിന്നെ പുറത്തു വരുക. ഇന്ന് രാത്രി കഴുതയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 1 ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു, കഴുതയുടെ കുരു കഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം വിതറി, 3 പാലമുറ്റം പറഞ്ഞ് പുറത്തു വരത്തില്ല. ദാ വന്നു, കഴുത പുറത്തു വന്നു. ഇന്ന് രാത്രി ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ തലമുറകൾ നന്നാവത്തില്ല. ടെനി ബൗണ്ടറി നിനക്കെതിരെ ഏതൊക്കെ മതിൽ കെട്ടിയാലും, ഏതൊക്കെ മന്ത്രവാദി നിനക്കെതിരെ എഴുന്നേറ്റാലും, ആ വിചാരക്കാരൻ നിന്റെ കുടുംബത്തിനെതിരെ സർക്കിൾ വരച്ചാലും, ഇന്ന് രാത്രി കരമുയർത്തി പറയണ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. കഴുതയുടെ കുഞ്ഞിൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, സിംഹക്കുഴിയിൽ വീണ ദാനിയലിൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, 1000 ആണ്ട് ശാപത്തിൽ കടന്ന കറുത്ത രൂത്തിനെ കൊണ്ടുവന്ന് ബോവസിന്റെ വയലിനകത്ത് ഇറക്കുക. ഒരു കരമിറങ്ങിയെങ്കിൽ അമ്മാമ ഈ കൺവെൻഷൻ രാത്രി പറഞ്ഞ ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി നാട്ടുകാർ നിന്റെ മരണം കാണാൻ കാത്തിരിക്കും, വീട്ടുകാർ നിന്റെ പതനം കാണാൻ കാത്തിരിക്കും. എന്നാൽ ഇന്ന് രാത്രി കഴുതയെ പട്ടണത്തിൽ കൂടി സ്വർഗം ചായ്ച്ചു നടത്തിയതുപോലെ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ട് കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ ഇന്ന് രാത്രി പൊന്നു പോലെ നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി വേണം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്, എൻ്റെ ഉപവാസത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഈ രാത്രി ആര് ദൂതേറ്റെടുക്കുക? പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. മോളെ, നാളുകളായി നീ പുറത്തു വരാതെ, നിനക്ക് നല്ലൊരു ഭാവി തരാതെ പിശാച് നിന്റെ രേഖകൾ മാറ്റി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണ, എൻ്റെ കണ്ണുനീര് കൺവെൻഷനകത്ത് ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രി ഈ പട്ടണം വിട്ട് മറ്റു പട്ടണങ്ങളിലേക്ക് പോകുക. ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. സംഹാരകൻ നിനക്കെതിരെ കയറി വരും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പട്ടണങ്ങളുടെ താക്കോൽ നിനക്ക് വേണ്ടി കൈമാറുന്ന രാത്രിയാ. ആരിന്ന് രാത്രി അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുക. കാട്ടിനകത്ത് കരമടിച്ചവന് ഇസ്രായേലിന്റെ രാജാവാക്കുക. സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നീ വാഗ്ദാനത്ത് തെങ്ങണയിൽ മാത്രമല്ല, ഇന്ന് രാത്രി പട്ടണങ്ങളിലേക്ക് കൊണ്ടുപോകുക. കരമടിച്ച് ആരാധിക്കുന്നവനെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആര് കരമുയർത്തും? പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറിനെ അയക്കും. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിച്ചടക്കാനുള്ള ഒരു അഭിഷേകത്തിന്റെ താക്കോൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുന്ന രാത്രിയാ. പ്രാർത്ഥിക്കുന്ന മകളെ, 2025 കരമുയർത്തി പറയണ, എന്നെ കൊണ്ടുപോയി പട്ടണങ്ങൾക്കകത്ത് കർത്താവിനെ ഉയർത്തുവാ. ഇന്ന് രാത്രി ഒരു ദൈവ കരം എൻ്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവ
ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി. ഹല്ലേലൂയ. തെങ്ങണേം കറുകച്ചാലും നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. നാട്ടുകാർ നിന്റെ ശവപ്പെട്ടി കാണാൻ കാത്തിരിക്കും. എന്നാൽ നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി തരും. കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ. 5 കഴുത എവിടെ കൊണ്ടുവന്നു അമ്മ? യെരുശലേം ദൈവാലയത്തിൽ കൊണ്ടുവന്നു. ഈ 4 ദിന കൺവെൻഷനിൽ പറയണ 5 പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നാൽ 5 മറുപടി സ്വർഗത്തിലെ ദൈവം തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി തകരരുത്, പതറരുത്, തളരരുത്. നിന്റെ കാത്തിരിപ്പിന് നടുവിൽ നിനക്കൊരു മറുപടി ദൈവം തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. യെരുശലേം ദൈവാലയത്തിൽ ഒരു കഴുതയെ കൊണ്ടുവന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് താഴേക്കെറിയണം. ഇന്ന് ഈ കഴുത ആരും തൊട്ടില്ല. നാഥൻ യാത്ര ചെയ്ത കഴുത. അന്നാ ഓശാന പെരുന്നാൾ. ബൈബിൾ കൂടെ മത്തായി 24:1-2 അവൻ ദൈവാലയത്തിൽ വന്നു. ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നടത്തി. യെരുശലേമിൻ്റെ ദൈവാലയത്തിന് പുറത്ത് നാഥൻ സംസാരിക്കുന്നു. ആലയത്തിൻ്റെ പണി, നല്ല തൂക്കുവിളക്ക്, രമ്യകർമ്മങ്ങൾ, അതുപോലെ തന്നെ മാർബിളും ടൈൽസും ഇടുന്ന ഈ ആലയം. അപ്പോൾ യേശുവിനോട് ചോദിച്ചു, യേശുവേ ഈ പണിയെല്ലാം കാണുന്നില്ല? യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ വരാൻ പോകുന്ന ഇസ്രായേൽ ഹമാസ് സംഘടന എത്താൻ പോകുന്നത് യെരുശലേം ദൈവാലയത്തിൽ. 4 ദിനം വേണം. അതുകൊണ്ട് ആ ഭാഗം എസെക്കിയേലിലേക്ക് ഞാൻ തൊടാഞ്ഞത്. സായം സന്ധ്യയിൽ യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുന്നു. ശിഷ്യന്മാർ അവിടെ ചെന്നു. യേശുവിനോട് ചോദിച്ച കാര്യം പതിവിന് വിപരീതമായി ഘനഗാംഭീര്യമുള്ള യുഗത്തിൻ്റെ അന്ത്യത്തെ പറ്റിയുള്ളൊരു പ്രഭാഷണം അങ്ങ് നടത്തി. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉൾപ്പൂ വിളികൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് ദാദാ ഞങ്ങൾ ഒലിവുമലയിൽ ദാ വന്നിരിക്കുന്നു. ചോദിച്ചു, നിന്റെ വരവ് ലോകാവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. ശ്രദ്ധയോടെ. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ആദ്യം പറഞ്ഞത് കോട്ടയത്ത് തിരുനക്കര പാർക്ക് വരുമോ എന്നല്ല, മോഡിജി വരുമോ എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ പിണറായി സഖാവ് 2ാമത് വരുമെന്നല്ല. യേശു പറഞ്ഞ ഞാനല്ല, വിൽസൺ പാസ്റ്ററല്ല, ജോയി പാസ്റ്ററല്ല, ശേൻകുട്ടി പാസ്റ്ററല്ല. പറഞ്ഞത് എന്താണെന്നറിയോ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും രക്ഷ പ്രസംഗിക്കാതെ, മാനസാന്തരം പ്രസംഗിക്കാതെ, നിത്യത പ്രസംഗിക്കാതെ, മരണാനന്തര ജീവിതം പ്രസംഗിക്കാതെ, ഇനി വരാനുള്ള സംവത്സരങ്ങളെ പ്രസംഗിക്കാതെ, യേശുവിനെ കണ്ടാൽ കറുത്തകാറുകയ്യ വെളുത്ത പെണ്ണ് മോനെ അമേരിക്കയിൽ ചൊവ്വയിലേക്ക് മകളെ വിടുമെന്ന് പറയുന്ന തട്ടിപ്പ് വീരന്മാർ കോട്ടയത്ത് എഴുന്നേൽക്കും. സത്യവചനം ഇനി വന്നില്ലേലും വേണ്ടിയല്ല. കർത്താവിൻ്റെ വേലക്കാർ, ചങ്കിന് ചങ്കിന്, മാംസത്തിന് മാംസവും, രക്തത്തിന് രക്തവുമായ സഹോദരങ്ങളെ, അച്ചായ സഹോദര കർത്തൃദാസ, ഒന്നേ കോട്ടയത്ത് പ്രസംഗിച്ചോളൂ, രക്ഷകനായ യേശുവിനെ ഉയർത്തണം. വാകത്താനത്ത് ഒന്നേ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചോളൂ, എൻ്റെ ജീവിതത്തെ മാറ്റി ഈ നിലയിൽ കൊണ്ടുവന്നത് സർവശക്തനായ യേശു ക്രിസ്തു. അമ്മാമ്മ ഒരാളോടെ സുവിശേഷം പറഞ്ഞോളൂ, എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഈ നിലയിൽ കൊണ്ടുവന്ന സർവശക്തനായ യേശു ക്രിസ്തു. അങ്ങനെ പ്രസംഗിക്കുന്ന ഭക്തന്മാർ മോർണിംഗ് പ്രയർ ഫെലോഷിപ്പിൽ മാത്രമല്ല ഇവിടെ എഴുന്നേൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. 1ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം, മത്തായി 7:8. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയെ ജീവിതത്തിൻ്റെ നേർരേഖകൾ അഹിംസയുടെ മൊഴിമത്ത് കൊടുത്തത് 1. 2 എന്ത് വായിച്ചു? ഒലിവുമല പ്രഭാഷണം, എസ്കറ്റോളജി, സെർമൻ ഓഫ് ദ മൗണ്ട്. 3ാമത്തെ ഒരു പ്രഭാഷണം അവസാനം പറയാം. യോഹന്നാൻ 14:1-2-3 വാക്യങ്ങൾ. അവൻ ഏതാ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു പഠനത്തോടു കൂടി ചങ്ങനാശ്ശേരി SP കോളേജിൽ ഇരിക്കുന്നത് പോലെ 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3ാമത്തെ കാതലായ പ്രഭാഷണം മാളികമുറി പ്രഭാഷണം. അപ്പോൾ ഏത് ചോദ്യത്തിനും ഒരു ഉത്തരം വേണം. കടക്കാം ഇനി വചനത്തിലേക്ക് പടപെടാം. മത്തായി 24:32-33-34 വാക്യങ്ങൾ കുഞ്ഞുമൈക്കിൽ കൂടി തന്നെ വായിച്ചാട്ട് ഈ ചോദ്യത്തിന് മറുപടി വായിക്കാം. മോനെ, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ. അവിടെ നിൽക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ സ്പീഡിൽ പോയ കാലത്തില്ല. അതിന്റെ കൊമ്പുള്ളതായി അടുത്ത വാക്കൂടെ മോൻ വായിച്ചാട്ടെ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 3 മരങ്ങളോട് ഇസ്രായേലിൽ ഉപമിച്ചിട്ടുണ്ട് ബൈബിൾ കൂടെ. 1 അത്തി അവന്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കരി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ട ഇസ്രായേൽ. 2 മുന്തിരി അവന്റെ ആത്മീയം. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. 3 ഇസ്രായേലിന്റെ സൗന്ദര്യം. സങ്കീർത്തനം 128:1-2-3 യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മവർ. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ഇരിക്കും. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തി. 2028 ആകുമ്പോൾ 80 വയസ്സ് തികയുന്ന ഒരപ്പച്ചനിലേക്ക് ഇസ്രയേൽ നീങ്ങുമ്പോൾ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലുമായിട്ട്
യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്രമണം ആരംഭിച്ചു. അന്ത്യദിനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി നമ്മുടെ മോർണിംഗ് പ്രയറിന്റെ കൺവെൻഷനിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 7 രാജ്യങ്ങളുമായി ഇസ്രായേൽ യുദ്ധം. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ലബനോൻ, 5 യമൻ, 6 തുർക്കി, 7 ഇറാൻ. ഇനി അഫ്ഗാനെ അടിക്കാൻ പോകുന്നു. സ്തോത്രം. ഇതാ ഏറ്റവും നിർണായകമായ കാര്യം. അത്തി തളുത്തു, കൊമ്പിളത, ഇല തിളർക്കുമ്പോൾ വേനലടുത്തു, ഒരു അന്തിമ യുദ്ധം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പാലമുറ്റത്ത് ദൈവമക്കൾ ഇതൊക്കെയും കാണുമ്പോൾ അടുത്ത വായിച്ചാട്ട് മുൻ വളരെ ക്ലിയർ ആയിട്ട് അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അപ്പച്ച അമ്മച്ചി വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ പരമ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൾ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരുവൻ ലോകഭരണം ഭരിക്കാൻ പോകുന്ന അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. അടുത്ത വാക്ക് ഇതൊക്കെയും സംഭവിക്കുവോളം സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ഇതെല്ലാം കാണുന്നവർ ശവപ്പെട്ടി വഴി കയറി പോകത്തില്ലെന്നാ കുഞ്ഞു വായിച്ചത്. അടുത്ത വാക്ക് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് 37 ഡിഗ്രി സെന്റിഗ്രേഡ് ഭാഗത്താൻ അടിക്കുന്നത്. ഇനി എത്ര പേര് കൊഴിഞ്ഞു വീഴുമെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. ആകാശവും ഭൂമിയും മാറും. അടുത്തത് എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല. മതിമോനെ, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഇന്ന് രാത്രി ദൈവമക്കൾ നല്ല പഠനത്തോടെ 1 കർത്താവിന്റെ വരവിന്റെ ചാൽ ഇസ്രായേൽ, അതാ അത്തിയാകുന്ന യഹൂദ ലക്ഷണം. 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം. 3 പ്രപഞ്ച ലക്ഷണം. 4 ഏകലോക മതത്തിന്റെ ലക്ഷണം. ശ്രദ്ധയോടെ ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്ന് രാത്രി മലയാള മനോരമയ്ക്കകത്ത് വന്ന വാർത്ത. ഒരു ദിവസം ഇത് വേൾഡ്, ഒരിടത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം, ഒരിടത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം. അതിനിടയ്ക്ക് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ പോകുന്നു? ദാ പോകുന്നു ഇന്തോനേഷ്യയിൽ. ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരാൻ പോകുന്നു. ഇനി കാതലായ വചനഭാഗം ശ്രദ്ധയോടെ ഇരിക്കണമേ. 1-ാം ലോകമഹായുദ്ധം 5 ലക്ഷം പേർ മരിച്ചു. 5 ലക്ഷം പേർ മരിച്ചപ്പോൾ അന്ന് ഇവിടെ ഒരു സംഘടന വന്നു. അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. 2-ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അപ്പോൾ ഒരു സംഘടന വന്നു. ആ സംഘടനയുടെ പേരാണ് ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസ് അന്തോണിസ് ഗുട്ടറസ്. ആ ഭാഗം ഒന്ന് ചവിട്ടി നിർത്തുമ്പോൾ കടക്കാം വിശുദ്ധ ബൈബിളിലേക്കും ചരിത്രത്തിലേക്കും. വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 10 ഡിസ്പെൻസേഷൻസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. அதுக்கு தான் இந்த மேடையில் உட்கார்ந்திருக்கிற அருமையான வாலிபர் இந்த நாட்களில் நல்ல உண்மையான பாடல் கொடுக்குது. കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. മനസ്സിലാകുന്നവർക്കായി രക്ഷയുടെ ടിക്കറ്റ് നേടിയവരെ ചേർക്കുവാൻ കാന്തൻ വരും. കൃപായുഗത്തിന്റെ പ്രത്യേകത 1 ദൈവസഭ എടുക്കപ്പെടും. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. ആരാ ദൈവസഭ? പെന്തിക്കോസാണോ? CSI ആണോ? മർത്തോമയാണോ? ആരാ ദൈവസഭ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. കറിയാച്ചാൻ്റെ സഭയും തോമാച്ചാൻ്റെ സഭയല്ല. വചനപ്രകാരം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗപ്പായി സഭയെടുക്കപ്പെടും. ആസ്പദമായി 3 കാര്യം. കോട്ടയത്ത് നിന്ന് നേരത്തെ നിലമ്പൂർ പാസഞ്ചർ ഉണ്ടായിരുന്നു. അതിനകത്ത് എപ്പോഴും ഉണ്ട്. പണ്ടൊരു ലോക്കോ വഴിയാണ് നേരെ ഷൊർണൂർ നിലമ്പൂർ പോകുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് 2 ലോക്കോയാ അതിനകത്ത് കയറിയിരിക്കുന്നത്. എന്താ കാര്യം? കൊച്ചി കടലിന് മേളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാകളം കേട്ടാൽ ഒരുവൻ ഗുണപ്പെട്ടവനാണെങ്കിൽ ഒറ്റ ലോക്കായിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെരുമൺ ദുരന്തം വീണോല താഴെ വീഴും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. നിങ്ങൾ പലരും എയർപോർട്ടിൽ പോയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി ചെല്ലുമ്പോഴും തിരുവനന്തപുരത്ത് ചെന്നപ്പോഴും ഇങ്ങനെ പ്ലെയിൻ കൂട്ടിയിട്ടേക്കല്ലോ. ആ പ്ലെയിൻ്റെ മുമ്പിൽ നിങ്ങൾ നോക്കണം, 2 കിളി ഇരിപ്പുണ്ട്. പന്തമാവി ഇരിക്കുന്ന കിളിയല്ല, കിളിയെ നീലാഞ്ചന പൈങ്കിളിയല്ല. സ്വോത്രം. 2 ലോക്കോ പൈലറ്റുമാർ പ്ലെയിനകത്ത്. അതിൻ്റെ പ്രത്യേകത, തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പറപ്പിക്കുന്ന ഒരു പെൺകുട്ടി വളരെ എൻ്റെ പ്രസംഗം കേൾക്കുന്നത്, വളരെ നല്ല സ്നേഹം. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എത്ര മണിക്കൂറുണ്ട് ദുബായ്? പാസ്റ്റർ 3 മണിക്കൂർ 45 മിനിറ്റ് ഒറ്റയ്ക്ക് ഞാൻ പോകും. അവിടുന്ന് 2 ചായ കുടിച്ചാൽ 3:45 കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും. സ്വോത്രം. അപ്പോൾ അവളുടെ ഇപ്പുറത്ത് വേറൊരു പെൺകുച്ചിനെ അല്ലെ ഒരു ചെറുപ്പക്കാരനെ ഇരുത്തുന്നു. കാര്യം, അവൾ നേരെ ഇറാൻ്റെ മേളിൽ കൂടോ പാകിസ്ഥാൻ്റെ മേളിൽ കൂടോ കാശ്മീരിൻ്റെ മേളിൽ കൂടോ പറക്കുമ്പോൾ കാകളം കേട്ടാൽ ഡോറ് തുറക്കും. ബാക്കിയെല്ലാം പറവോൻ ഉപ്പുവെള്ളം കുടിച്ചോളെ താഴെ കിടക്കും. സ്വോത്രം. ഇത് പ്ലെയിൻ കമ്പനിക്കാർ നമുക്ക് മനസ്സിലായി, നമുക്ക് ഇതുവരെയും தெரியாது. സ്വോത്രം. അമേരിക്കയിൽ ലൈവ് കേൾക്കുന്നവർ, അമേരിക്കയിലെ ഏറ്റവും നിർണായകമായ കാര്യം, ചില കാറിനകത്ത് പുറയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ആമേ ജീസസ് ബിലീവർ. അതിൻ്റെ അർത്ഥം കാറിൽ കയറിയവ സൂക്ഷിക്കണം. ഈ യാത്രയിൽ ഒരുപക്ഷെ കാകളം കേട്ടാൽ ഡ്രൈവർ പോകാൻ സാധ്യത. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ യാത്ര ചിലപ്പോൾ സുഗമമായിരിക്കത്തില്ല. അവിടം വരെയായി. ഇന്ന് ചങ്ങനാശ്ശേരി കറുകച്ചാൽ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. ഞാനോ
മിണ്ടുന്നില്ല. സ്വോത്രം. ഇവിടുത്തെ ട്രെയിനകത്ത് 2 ലോക്കമായി, പ്ലെയിനകത്ത് 2 എണ്ണമായി, കാറിൻ്റെ പുറകെ സ്റ്റിക്കറായി. ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. അതാ കൃപായുഗത്തിൻ്റെ പ്രത്യേകത. കൃപായുഗത്തിൽ 2ാമത്തെ സംഭവം നടക്കും. ശ്രദ്ധയോടെ ഇരിക്കണം, ലഭ്യമായ സമയം കേൾക്കണം. ഒരു അന്തിമ യുദ്ധം നടക്ക്. അതിനാസ്പദമായി ബൈബിളിനകത്ത് എസെക്കിയേൽ 39:1-2 ശ്രദ്ധയോടെ ഇരുന്നാട്ട്. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരാ ഗോഗ്? കള്ളു കുടിച്ച നോഗയപ്പച്ചന് 3 മക്കളുണ്ടായിരുന്നു, ശേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറ മാഗോഗ്, താതായി, യൂബാൽ. മാഗോഗിൽ നിറങ്ങിയവനാ ഗോഗ്, ഇന്നത്തെ റഷ്യ. ഈ മാഗോഗ് 5 കുള്ളന്മാരാ. കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ കറിയാച്ചായൻ, തോമാച്ചായൻ, കുഞ്ഞച്ചായൻ, ശമുവേലച്ചായൻ, പൊന്നച്ചായൻ. സ്വോത്രം. യവന്മാരാ ഈ മാഗോഗ്. 1 കൊറിയ, 2 ചൈന, 3 തൈവാൻ, 4 ഫിലിപ്പൈൻസ്. അച്ചപ്പം കൊഴലപ്പം പോലെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സ്വോത്രം. യവന്മാരായി മാഗോഗ്. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അതിൽ നിന്ന് ചാടിയവനായി റഷ്യ ഗോഗ്, രോസ്, മേശക്. റഷ്യ, മോസ്കോ, ട്രൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗ്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി റഷ്യയുടെ പ്രസിഡന്റ് എങ്ങോട്ടും പോകത്തില്ല. ഇസ്രയേൽ തട്ടിക്കള്. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 രാജ്യങ്ങളിൽ കൂടെ കൊണ്ടുവരും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഈ റോഡ് നേരെ കമ്പം കുമിളിലോട്ട് വെട്ടുവന്ന്. സ്വോത്രം. എവിടെ ചെന്ന്? വടക്കേ അറ്റത്ത് നിന്നെ പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ കൊണ്ടുവരൂ. അതിൻ്റെ പേരാ 3ാം ലോകമഹായുദ്ധം. ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ റഷ്യ ഉക്രൈൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായി അമ്മാമ്മയെ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ ചേലാരംഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാഥൻ പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് വാഗ്ദാനം കേൾക്ക്. ഞാലിയാങ്കുടി ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. തീർന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭരണത്തിൽ വന്നു. ട്രംപ് വന്ന ഉടനെ പറഞ്ഞ് ഞാൻ JCB എടുക്കും, എല്ലാത്തിനും ശരിയാക്കുമെന്നു. അപ്പോൾ ഹമാസിൻ്റെ പോരാളികളുടെ നേതാവ് എവിടെ വന്നു? റഷ്യയുടെ പ്രസിഡന്റിൻ്റെ അടുത്ത് വന്നു. സാറേ, നീ ഞങ്ങളുടെ ലീഡറാകണം. അത് കഴിഞ്ഞ് പലസ്തീൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ ദിവസം മനോരമയിൽ ട്രംപ് വന്ന ഉടനെ റഷ്യയുടെ അടുത്ത് വന്നു, അറബ് ലീഗിന് നീ നേതാവാകണം. പ്രസംഗിക്കാൻ സമയമില്ല. അതാ അന്തിമ യുദ്ധം. എസെക്കിയേൽ 38:7-8 ഒരുങ്ങിക്കൊള്ളുക. നീ നിന്റെ കൂടെ പടക്കൂട്ടങ്ങൾ ചേർന്ന് വരും. റഷ്യയെ നീ അവർക്ക് മേധാവിയായി ചേരും. എവിടെയെത്ത് വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്ത് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര 1948 മെയ് 14 വരെ അറബി ഒട്ടകവും മൂങ്ങയും മൂളിയ സ്ഥലം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ആ യുദ്ധം, ആ മക്കളെ വരാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം. എന്നാൽ അതിവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് പാലമുറ്റത്തൊരു സംഭവം നടക്കുക. ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കാലങ്ങൾ സമയങ്ങൾ വരച്ചു കാട്ടി എന്ന് രാത്രി പോകുമ്പോൾ, അപ്പോൾ 3ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. ഒരുവൻ്റെ കയ്യിലേക്ക് ലോകഭരണം അവനെടുക്ക വാതിൽക്കൽ. വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പ്, യൂറോപ്പ് 7 തല, ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻ്റെ കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുല്, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ വത്തിക്കാൻ. അതിനോടനുബന്ധിച്ച് രാജമുടി, ഉലകഭരണം അവൻ്റെ കയ്യിൽ. ദൂഷണമെന്നാമ എതിർക്രിസ്തു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മ. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരും. അവന് എന്താ സംഭവിക്കുന്നത്? അത് കാൽ, കരടിയുടെ കാൽ. ഇന്നത്തെ ഇറാൻ അവന് പിന്തുണ. അതിൻ്റെ വായ് സിംഹമുഖം. അത് കഴിഞ്ഞവൻ പുള്ളിപ്പുലി, ഗ്രീസ്. അതിന് മഹാസർപ്പം, വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കുക. ഞാൻ പോകാൻ പോകുന്നത് അമേരിക്കയിലേക്ക്. അതിനുവേണ്ടി കറങ്ങാൻ ഈ കടന്നോടുന്നത് ഏറ്റവും നിർണായകമായി വരുന്നു ഏക ലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഈ കോവിഡാനന്തര ലോകം 2023 കേട്ടാട്ടെ. നമ്മുടെ കൺവെൻഷൻ വേണ്ടി കുഞ്ഞുങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ 1ാമത്തെ സംഭവം ശ്രദ്ധയോടെ 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു കാര്യം ചെയ്തു. G20 ഉച്ചകോടി ഡൽഹിയിൽ നടന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലോകം ഒരുവൻ ഭരിച്ചാൽ നന്നേ. ബാക്കി കേട്ടോ. 2024 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അബുദാബി ഇപ്പോൾ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്ത് 7,000 കോടി. ചാനലുകാരെല്ലാം മോഡി സാറിനെ കാണാമെന്ന്. ഏക്ക് നയാ ബാത്ത് ബതാനാ ചാഹിയേ. മോഡി സാർ പറഞ്ഞു, ഭായിയോ ബഹനോ, യേ സുന്ന മങ്ത അപ്പന ദുനിയ ശാന്തി സമാധാൻ ബർക്കത്ത് ഹോനെ കേ ലിയേ ഏക് ആദ്മി കുർസി മേ ബൈഠേഗാ തോ അച്ഛാ ഹേ. ഒരുവൻ ഭരണത്തിൽ ഇരുന്നാൽ നല്ലത്, ഞാനല്ല മോഡി സാർ. അത് കഴിഞ്ഞ് 2024 നവംബർ ഇവിടുത്തെ മോർണിംഗ് പ്രയർ നോട്ടീസ് അടിച്ചപ്പോൾ അടുത്ത സംഭവം, റഷ്യയിൽ ഒരു ഉച്ചകോടി നടന്നു. അതിൻ്റെ പേരാ ബ്രിക്സ് ഉച്ചകോടി. അതിൽ 3 നേതാക്കൾ
കരമുയർത്തി, കർത്തദാസൻ കരമുയർത്തിയോള്. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, 3 കൊറിയയുടെ കിങ് ജോങ് പറഞ്ഞു ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കണം. എന്നിട്ട് ഒരു ആപ്പും കൂടെ വെച്ചു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അപ്പം നമ്മുടെ മോഡി സാറും ഈ കൺവെൻഷന് പകുതി കൈ കാണിക്കുന്നതുപോലെ കൈ കാണിച്ചു. സ്വോത്രം. അത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ട്രംപ് മോഡി സാറിന് സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ജോയ് പാസ് തന്നതുപോലെ അന്ന് പിന്നെ നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പോയി കട്ടൻ ചായ കൊടുത്തിട്ടാണ് ഇപ്പം മോഡി അവിടെ എത്തിയത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ചെവി ഉള്ളവൻ കേട്ടോണോ ഇത് സംഭവം. അത് കഴിഞ്ഞിട്ട് 2024 ഡിസംബർ ഞങ്ങളുടെ പ്രിയങ്കരനായ ചാണ്ടി ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞ് ഹൈദരലി ശതാബ്ദങ്ങൾ, അത് കഴിഞ്ഞ് കർണാടകയുടെ ടി യു ഖാദർ എല്ലാം കൂടെ വത്തിക്കാനിൽ പോയി പോപ്പിനെ കാണാൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി ഞാനിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നൊരു സംഭവം എന്ന് പറയാൻ പോകുന്നു. ആലുവ ശിവഗിരി മഠം, അവിടെ സർവമത പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങാൻ പോകുന്നു വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ. അവിടം വരെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് 6 മർത്തോമായിലെ തിരുമേനിമാരും അവിടെ പോയി, ചരിത്രത്തിൽ ആദ്യമായി. എന്നിട്ട് ഇവിടെ നാട്ടിൽ വന്ന് പറഞ്ഞ് വേണേ പള്ളി മാതാവിൻ്റെ ഫോട്ടോയും വെക്കാമെന്ന്. സ്വോത്രം. മർത്തോമായും CSI ഇവാഞ്ചലിക്കലും കറിയാച്ചായും തോമാച്ചായും കുഞ്ഞച്ചായും മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ വച്ചാൽ ബാക്കിയും വെക്ക്. പണ്ട് പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉള്ളായിരുന്നു, ഇപ്പോൾ മർത്തോമായിലും ഗ്രൂപ്പായി. മാരാമൻ കൺവെൻഷൻ്റെ അടിയായി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. എവിടം വരായി കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2025 ഈ കൺവെൻഷന് ഫ്ലക്സ് വെച്ചപ്പോൾ അടുത്ത സംഭവം, വീട്ടിൽ മനോരമ തൂക്കിവിട്ടില്ലെങ്കിൽ വീട്ടിലുള്ള മനോരമ വായിക്കണം. അതിരുകളില്ലാത്ത ലോകം. ജനുവരി 25 മനോരമ. ഒരു ഗവൺമെന്റ്, ഒരു കറൻസി, ഒരു പാസ്പോർട്ട്. വി ആർ ഗിവിംഗ് എ ഗുഡ് ചാൻസ് ടു ന്യൂ ജനറേഷൻ. അതിരുകളില്ലാത്ത ലോകം. 110 രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടിയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ബൈബിളിനകത്ത് മേജർ പ്രവചനങ്ങൾ മനസ്സിലാക്കണം. വെളിപ്പാട് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ, പഴയ നിയമത്തിന്റെ 27 ദാനിയേൽ, അതാ ബാബേലിനകത്ത് സ്വർഗം കൊടുത്ത പ്രവചനം. അതിനകത്ത് ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് ദാനിയേലിനോട് സ്വർഗം പറഞ്ഞു, ദാ വരുന്നു ഒരുവൻ ഭരണത്തിൽ. ബൈബിൾ ക്ലിയർ ആയിരിക്കണം, കുഞ്ഞു വായിച്ച് സഹായിക്കണം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. പ്രൊഫസി ഓഫ് ദാനിയേൽ ചാപ്റ്റർ 8 വേർഡ്സ് 23, 24, 25. മോൻ വായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിൽ ലോകഭരണം വരാൻ പോകുന്നു. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. ഇന്റർനെറ്റ് വഴി പ്രസംഗിക്കാൻ സമയമില്ല. 4 രാത്രി വേണത് പ്രസംഗിക്കണം, ഇവിടെ നിൽക്കാൻ സമയമില്ല. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് വഴി അവൻ ലോകം ഭരിക്കും. അടുത്ത വാക്ക്, സ്വന്തം ശക്തിയാൽ അല്ല താനും. പിശാച് അവന് ശക്തി കൊടുക്കും മോനെ, സ്വന്തം ശക്തിയാലല്ല. അടുത്ത വാക്ക്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അവന്റെ പേര് ഉലകത്തെ ഭരിക്കാൻ ന്യൂ വേൾഡ് ഓർഡർ. അവൻ വന്നാൽ ഇനി ആ പ്രഭാഷണം 4 വാക്യം കഴിയുമ്പോൾ ഇടവേള, ബാക്കി 3 വാക്യങ്ങൾ കൂടെ. ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷ്, ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. മലയാളം, നിയമത്തെയും ഭരണത്തെയും കയ്യിലെടുക്കും. ശ്രദ്ധയോടെ. ഉമ്മൻചാണ്ടി സാർ മാറിയപ്പോഴാണ് സഖാവ് പിണറായി വന്നത്. DGPയെ മാറ്റി, പോലീസിനെ മാറ്റി, സർക്കാരിൻ്റെ ലീഡർമാരെ മാറ്റി. 2 മോഡി സാർ മൻമോഹൻ സിംഗിന് ശേഷമാണ് വരുന്നത്. എല്ലാ ഗവർണർമാരെയും മാറ്റി. കരസേന, വ്യോമസേന, വായുസേന എല്ലാം മാറ്റി. ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. എല്ലാവരും ശ്രദ്ധയോടെ. കറുകച്ചാലിൽ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരണമെങ്കിൽ ക്ലിപ്പ് ഹൗസിൽ നിന്ന് 1-ാം നമ്പർ കർത്തകാർ എടുത്ത് നേരെ കറുകച്ചാലിൽ വരത്തില്ല. 1 മാസം മുമ്പ് പ്രോഗ്രാം. അദ്ദേഹത്തിൻ്റെ ചെക്കിംഗ് ടീം, കോട്ടയം SP, ഷാഡോ പോലീസ് ഇവരെല്ലാം വന്നിട്ടേ വരൂ. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. വെച്ചാ ഞാൻ പോകാൻ പോകുന്ന ലോസ് ആഞ്ചലസിലേക്ക് അതിനായി കറങ്ങിപ്പോന്നത്. എന്താ നിയമം? ബൈബിൾ ഉൽപ്പത്തി 1, അതാ യൂണിവേഴ്സ്. ആദിയിൽ ദൈവം ആകാശം ഭൂമി പൂവാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പറയാം, സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിന് സയൻസിൽ നമ്മൾ പ്രൊനൗൺസ് യൂണിവേഴ്സ്. ബൈബിളിലേക്ക് വരുമ്പോൾ കാസ്മോസ്, ഇതാ നോഹയുടെ കാലം. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ? ഈ ഇറാഖ്, യൂഫ്രട്ടീസ് അക്കരെ 6 ഘടകമുണ്ട്. അതാ എത്യോപ്യയുടെ മണ്ണ്, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. മണ്ണി നല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു.
മനസ്സിലാക്കാം. മണിമലയുള്ള പാറയെന്ന് ആദമിനെ മെനഞ്ഞ കാര്യം റെഡിയാവത്തില്ല. പാറയ്ക്കകത്ത് മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ പേരാ പൊറോക്സോൺ. എന്നാൽ പാറപ്പൊടിക്കകത്ത് 17 എലമെൻ്റേ ഉള്ളൂ. അതുകൊണ്ട് നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. പൊടി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി ചിലർ നിത്യലജയ്ക്കായും. ഒരു വീട്ടിലും വായിക്കാത്ത സങ്കീർത്തനം 90. അഗരോന്റെ ഭരണം കണ്ട് മോശ ഉപദേശി എഴുതുന്നു, അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവി, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാർക്കുന്ന ദൈവം. താഴെ കുണം പിടിക്കാത്തൊരു വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെ ആയാലും 80. ഒറ്റ പാസ്റ്റർമാരും അച്ഛന്മാരും ഇത് വായിക്കത്തില്ല. കാര്യം എന്താ? ശവപ്പെട്ടി വേണം, ഭാര്യമാരെ കൊടുക്കും, പോന്നേ അവള് പോട്ട് വേറെ കല്യാണം ഞാൻ നടത്തും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാണ് ഗുണപ്പെടാത്ത വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെ ആയാൽ 80. ഇന്ന് രാത്രി ആദ്യത്തെ കല്യാണം. അവിടെ കല്യാണം അല്ല നടത്തിയത്. ബാക്കിയൂടെ കേട്ടാട്ടെ. ആദമനെ ദൈവം മെനഞ്ഞു. ആദമനെ ദൈവം മെനഞ്ഞു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം. ചെത്തിപ്പിടക്കാരനല്ല വെന്റിലേറ്റർ കൊടുത്ത കോട്ടയം ഭാരതല്ലോ. എൻ്റെ നാഥൻ്റെ ജീവശ്വാസം ആദമൻ്റെ മൂക്കിനകത്തിറങ്ങിയപ്പോൾ അവൻ്റെ കാല് ചലിക്കാൻ തുടങ്ങി, നഖം ചലിക്കാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും ചലിക്കാൻ തുടങ്ങി, അമ്മാമ്മ മുടി അനങ്ങാൻ തുടങ്ങി, കണ്ണിമ വെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ കർത്താവാര് സാധാരണ ദൈവമല്ല, മഹാദൈവം. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കത്തി തൊടാതെ സർജറിയാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, നിന്റെ കിഡ്നിയുടെ പ്രവർത്തനരഹിത സഹിതം മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇന്ന് രാത്രി ആര് കരമുയർത്തും? ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ എൻ്റെ ക്രിയാറ്റിൻ്റെ ലെവലുകൾ ദൈവം മാറ്റും. ഇന്ന് രാത്രി ഭാരതകാരന് ചെത്തിപ്പടക്കാരന് നിനക്ക് ബൈപ്പാസിന് പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ നീ ആരാധിച്ച നിന്റെ ശരീരത്തിൻ്റെ ബ്ലോക്കുകളെ മാറ്റുക. ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് ഇറങ്ങി വന്ന സർവശക്തൻ്റെ കരം എത്യോപ്യയിൽ അവരെ മൂക്കിനകത്ത് ഊതിയതുപോലെ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. വിശ്വസിക്കണം. ദൈവത്തിൻ്റെ മഹത്വം കാണണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആദമിന് ഗാഠനിദ്ര വരുത്തി ഒരു വാരിയിൽ നിന്നൊരു സഹോദരി ഉണ്ടാക്കി. തക്ക തുണ. ഇവിടെ ഗാഠനിദ്ര. ആ ഗാഠനിദ്ര കണ്ടിട്ട് ഇസ്രയേലിൽ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അവൻ ആദ്യം കണ്ടുപിടിച്ച് ക്ലോറോഫോം. അവൻ്റെ മൂത്ത ചേട്ടന് അനസ്തേഷ്യ കണ്ടുപിടിച്ചതിന് അവാർഡ് കിട്ടി, നോബൽ പ്രൈസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ പേരൂടെ നോട്ട് ചെയ്താട്ടെ. കേട്ടെ, ടീറ്റെ, ബ്രില്യൻസ്, ക്രില്യൻസ് ഒക്കെ പോകുമ്പോൾ ഇത് ചോദിക്കും. അതിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സന്തോഷമില്ലല്ലോ? വഴി വെച്ച് കണ്ടാലും 10 രൂപയുടെ ചായ വാങ്ങിച്ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി അത് പറയുന്നു. സ്വോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഡോക്ടർ ജെയിംസ് സിംസൺ, അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അവസാനം വീൽ ചെയറിലോ ചാനലുകാരും പത്രക്കാരും വന്ന് സാറിന് നോബൽ പ്രൈസ് കിട്ടി. സന്തോഷമില്ലേ? സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയതിലല്ല എൻ്റെ സന്തോഷം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അവരെ എവിടെ കൊണ്ടുവന്നു? ഏതെൻ്റെ പൂങ്കാവനത്തിൽ കൊണ്ടുവന്നു. ആദ്യത്തെ കല്യാണം നടത്തിയതാരാ? കോട്ടയം സബ് രജിസ്ട്രാറല്ല, സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടില്ലേ കത്തോലിക്ക മാർത്തോമ RC പള്ളി ചെല്ലുമ്പോൾ മദ്ബകായുടെ പുറകിൽ അച്ഛഞ്ഞാട്ട് ഇറങ്ങി വന്നു. പെങ്കൊച്ചിനെ ചെറുപ്പക്കാരനെ അവിടെ നിർത്തു. താലിയും മാലയെല്ലാം കൂടി ഉയരത്തിലോട്ട് വെച്ച് കഴുത്തിലോട്ട് കൊരുക്കത്തില്ല. വാനിൽ നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു. വൈദിക ഷമ്മാശന്മാരാൽ അനുഗ്രഹിച്ചു. നമ്മളെവിടെ കാണാൻ കല്ലറയുടെ പുറത്തിന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുമല്ലോ. സ്വോത്രം. അച്ഛൻ എത്ര നല്ല പാട്ടാ പാടുന്നത്. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൻ്റെ കരം എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ഏതനെ കൊണ്ടുവന്ന് കുടുംബത്തെ അനുഗ്രഹിച്ച കരത്താൽ. സന്തോഷമില്ലല്ലോ? പെന്തിക്കോസ്റ്റുകാരുടെ കല്യാണത്തിന് പോയിട്ടില്ലല്ലോ. ചിക്കൻ കാല് കഴിക്കാനില്ലേ പോകുന്നത്? അത് അവിടെ നിൽക്കട്ട്. ചെറുക്കനെയും പെണ്ണിനെയും അവിടെ ഇരുത്തും. 2 പേർ ദൈവിക ശുശ്രൂഷ, കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ശുശ്രൂഷയ്ക്ക് ശേഷം ഇവരെ ഉഭയസമ്മതം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസം ഓടി വന്ന് കൈവക്കത്തില്ല. നിങ്ങൾ കാണണം. 2 പെങ്കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ കരമങ്ങോട്ട് പിടിച്ചിട്ട് കരമുയർത്തും. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതെൻ്റെ പൂങ്കാവനത്തിന് ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച് അവരുടെ കുടുംബ ജീവിതത്തെ ആശീർവദിച്ച സ്വർഗത്തിൻ്റെ കരത്താൽ ഈ വിവാഹം ഇവിടെ നടത്തുന്നു. സ്വോത്രം. അത് മാറിയമ്മേ, അതാ ലോസ് ആഞ്ചലസിലേക്ക് ലൈവ് ക്ലിയർ ആയിട്ടെ മോനെ. വിവാഹമോ? ഞങ്ങളില്ല, അമേരിക്കക്കാർ കർത്തൃദാസന്മാർ കണ്ടാട്ട് ഇന്ന് അമേരിക്ക വിവാഹമില്ല. ഒന്നാമത്തെ സംഭവം ആർക്കും കൂടപ്പാം. 2 കിടക്കുന്നു. 2 പെൺകുട്ടികൾ, ഇന്ത്യക്കാരികൾ, കേരളക്കാരികൾ. ഇവിടെ കിട്ടിയില്ല. വടക്കമ്പരവുകാരി ശരണ്യം സുഹൃതിയും താമസിക്കുന്നു ബാംഗ്ലൂരിൽ. മലയാളം പറഞ്ഞാൽ പാകിസ്ഥാന ഭാഷ പറഞ്ഞാൽ കുഞ്ഞമ്മ ഏലിയാമ്മയും കല്യാണം കഴിച്ചെന്ന് മോളെ. സ്വോത്രം. അതിൻ്റെ പേര് ലെസ്ബിയൻ മാരേജ്. പച്ചയ്ക്ക് ഞാൻ പറയുമ്പോൾ അടുത്തത് ദാണ്ട് കത്തോലിക്ക സഭ വിൻസെൻ്റ് ബ്രൂണോയും
ലൈവ് ക്ലിയർ ആയിട്ട് എടുത്തേക്കണേ മോനെ, അല്ലേ തന്നെ പോസ്റ്റ് ഇട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഇതുകൂടെ പോയ കാര്യം തീർന്നു. സ്വോത്രം. തണ്ട് വിൻസെന്റും ബ്രൂണോയും കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞ കറിയാച്ചാനും തോമാച്ചാനും അതിന് വിളിക്കുന്ന ഗൈ മാരേജ്, അടുത്ത കല്യാണം തീരാൻ പോവുക. ലോസ് ആഞ്ചലസിലെ തീയിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെട്ടോളൂ. സ്വവർഗ വിവാഹത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ദൈവം വെച്ച കാർമികനെ മാറ്റി വിൽസൺ പാസ്റ്ററെ, ഇന്നത്തെ സ്വവർഗ വിവാഹം. അടുത്തത് കണ്ടില്ലേ, US-ൽ 51 സ്റ്റേറ്റിൽ സ്വവർഗ വിവാഹത്തിന് പച്ചക്കൊടി, തീരാൻ പോവുക നിയമം. അടുത്ത കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ സ്വവർഗ വിവാഹം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സിഡ്നിയിലും മെൽബണിലും പെർത്തും കാണും, അവിടെയും വന്ന് ക്രിസ്ത്യൻ രാഷ്ട്ര സ്വവർഗ വിവാഹം. അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം, 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. സന്തോഷമില്ലല്ലോ, സന്തോഷമില്ലല്ലോ. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് 2 പിള്ളേർ ഇവിടുന്ന് പഠിക്കാൻ പോയി. ഒരുവൻ 21, പെങ്കൊച്ചിന് 19. രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. വഴിയാധാരമായി ആധാർ കോട്ടയത്ത് കൊടുത്തു. വക്കീലിന് 5000, 3000 കോടതി, 2000 മുണ്ടക്കയത്ത് ലോഡ്ജും എടുത്ത് താമസമായി. സ്വോത്ര മനസ്സിലാകുന്നവർക്കായി. തെങ്ങണയിൽ അച്ചാൻ ഇവിടുത്തെ ചങ്ങനാശ്ശേരി CI ആയിട്ട് അവിടെ ചെന്നു പെങ്കൊച്ചിനെ പിടിക്കാൻ. ചെറുപ്പക്കാരനും മോളൂടെ നാനും എൻ വീടും എൻ വീട്ടാരനൈവരും നല്ല തമിഴ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. സ്വോത്രം. CIക്ക് ഒരു ചായയും കൊടുത്ത് ലിവിങ് ഓർഡർ. CI അച്ഛനോട് പറഞ്ഞു, നാണ്ട കോട്ടയം കോടതി കൊടുത്തേക്ക്, വാപ്പസ് നമുക്ക് വീട്ടിൽ പോകുന്നു. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അമ്മമ്മേ, കർത്താവ് പറഞ്ഞ യെരൂശലേം പുത്രിമാർ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. ക്ലിയർ ആയില്ലയോ? ബാക്കി ഇവിടെ ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്തെ കൊലപാതകം വരെ പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടുന്നത്. സ്വോത്രം. കണ്ടില്ല, ഈശാനും സൂര്യയും വിവാഹിതരായി, ട്രാൻസ്ജെൻഡർ ആരാന്നറിയത്തില്ല, കല്യാണം അങ്ങ് നടക്കില്ലേ, ദൈവം വെച്ച കാർമിക നിയമം. അടുത്ത വാക്കൂടെ, കോടതി മുറിയിൽ ദമ്പതികൾ. ഇന്ത്യ സുപ്രീം കോടതി 2 വക്കീലന്മാർ ഒരുമിച്ച് ജീവിക്കുന്നു. കോടതി ഓർഡറില്ല, കഴിഞ്ഞ ദിവസം കേൾക്കണം, 2 മിനിറ്റ് ഇരുന്നാൽ. അതുകൊണ്ട് ആ പാസ്റ്റോട് ഞാൻ പറഞ്ഞത് കാര്യം നാട്ടുകാർ മനസ്സിലാണ്. അന്ത്യ ദിനങ്ങളിലേക്ക് വന്നു. എന്താ സംഭവം? 3 പെൺകുട്ടികൾ, അതിലൊരു മലയാളി പെൺകുട്ടി. അവളും കൊണ്ട് മാമോദീസ വീളം സുപ്രീം കോടതിയിൽ പോയി. ഞങ്ങൾക്ക് സ്വവർഗ വിഭാഗം വേണം, സ്വാതന്ത്ര്യം, ജനാധിപത്യ, സോഷ്യലിസം, ഇന്ത്യ നല്ല രാഷ്ട്രം. എന്നിട്ട് പറഞ്ഞ് ഗ്രീസ് എന്ന് പറയുന്ന ഓർത്തഡോക്സ് രാജ്യത്തിൽ 37 അവിടെയും കൊടുത്തിരിക്കുന്നു സ്വവർഗ വിഭാഗം. അപ്പം ജസ്റ്റിസ് TY ചന്ദ്രചൂഡ്, നല്ല മനുഷ്യൻ, നല്ല ജസ്റ്റിസ്, പേപ്പർ എടുത്ത് ഇത് ഉൾപ്പെടാൻ പോയപ്പോൾ BJPയുടെ അറ്റോർണി ജനറൽ ഇപ്പുറത്തിരിപ്പുണ്ട്. പുള്ളിക്കാരെ എഴുന്നേറ്റിട്ട് ഒരു കാര്യം പറയും, സാറേ ഈ പെൺകൊച്ചുങ്ങളല്ല ശമ്പളം തരുന്നത്, ഞങ്ങളാ ശമ്പളം തരുന്നത്. സ്വോത്രം. അപ്പം ജസ്റ്റിസ് ചോദിച്ചു, എന്തോ വേണം? ഇവിടെ ഒറ്റ വിവാഹമുള്ളു, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. ആർഷഭാരതം ഏത് പാർട്ടിയോ ആവട്ടെ. അതിനകത്ത് മാമോദീസ വെള്ളം വേണം. ക്രിസ്ത്യാനി പെണ്ണ് ഏഷ്യാനെറ്റിനകത്ത് വിനുവിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വരിക പൊന്നമ്മാമേ. പിന്നെയും പറയാം, ഞങ്ങളിനി അപ്പീൽ പോകുമെന്ന്, നിൻ്റെ കാര്യം കർത്താവ് ശരിയാക്കും, തീർക്കാൻ പോവുക. സ്വോത്രം. ഇന്ന് രാത്രി നീ മനസ്സാന്തരപ്പെട്ട എല്ലാം തീരാൻ പോവുക. അന്ത്യകാലം കണ്ടില്ലേ? ദാണ്ട ഇപ്പോൾ ഓൺലൈൻ എൻ്റെ പുറകെ കൊടി പിടിച്ചവനാ ഇന്നത്തെ MP രാജേഷ് ദാ കിടക്കുന്നു. നല്ല കല്യാണം. സബ് രജിസ്ട്രാറിൻ്റെ അവിടെ പോയി പെങ്കൊച്ചും ചെറുക്കനും ഓൺലൈനിൽ കൂടെ കൈവച്ചാൽ മതി, അവർക്ക് ഫീസ് കിട്ടിയാൽ മതി. കല്യാണം ദാ കിടക്കുന്ന അമ്മമ്മേ. മാരേജ് ഓൺലൈൻ, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ചാപ്പാട് മാമൻ മാപ്പിള ഹാൾ. അത് കഴിഞ്ഞിട്ട് സാരി കരിക്കിനേത്തും കൊണ്ടുവരും. സ്വോത്രം. എത്ര ക്ലിയറായി, ലോകം തീരാറായി. സ്വോത്രം. വിഭാഗമില്ലാത്ത കാലം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെന്തിക്കോസ്തുകാർ ബാക്കിയൂടെ കേട്ടാട്ടെ. അമേരിക്കയിൽ ബിൽ ക്ലിൻ്റൺ ഭരണത്തിൽ വന്നു. ബിൽ ക്ലിൻ്റൺ ഭരണത്തിൽ വന്നപ്പോൾ 1991 ആദ്യത്തെ പരിപാടി കൊണ്ടുവന്നു സ്വവർഗ വിവാഹം. ഉടനെ സകല പാസ്റ്റർമാരും അച്ഛന്മാരും ചെന്നു, ഡോളർ കാണിച്ചു. ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഡോളറിനകത്ത് എഴുതിയിട്ടുണ്ട്, ദൈവത്തെ മറക്കരുത്. ആ സമയത്ത് ബിൽ ക്ലിൻ്റൺ കേട്ടില്ല. എന്താ സംഭവിച്ചത്? ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്കയെ ദൈവം കാറ്റടിപ്പിച്ചു. റീത്ത, കത്രീന, വിൽമ, ഫ്ലോറൻസ്, ലോറൻസ്, കേട്ടോ, എല്ലാം തീരാൻ പോവുക. സ്വോത്രം. എന്താ അതിൻ്റെ പ്രത്യേകത? കേട്ടോണേ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇപ്പോൾ പറന്നുയരുന്നൊരു വിമാനം ഇന്ത്യയുടെ റഡാറിലുണ്ട്. പക്ഷേ അമേരിക്കയുടെ സാറ്റലൈറ്റ് ബഹിരാകാശ സംഘടന, വായിക്കാം, അതിൻ്റെ പേര് നാസ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ, അവൻ്റെ സാറ്റലൈറ്റിൽ കാണാം. അതിനിവിടുത്തെ സയൻസ് ടീച്ചർ ഞാലിയും കൂടി പറഞ്ഞാൽ അത് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണ് പറയുന്നത്. സ്വോത്രം. അതുവരെ കാണാം. പക്ഷേ അമേരിക്കയിൽ കാറ്റടിച്ചത് ഒരു കമ്പ്യൂട്ടറിനും കാണാൻ കഴിഞ്ഞില്ല. പാലമറ്റം കൺവെൻഷൻ. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളവേ, യഹോവ നിന്നെ കീറിക്കളയോ, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. കാലം തീരാറായി. 2 എല്ലാവരും കേൾക്കണം, ചെറുപ്പക്കാർ. 78 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്ന അബോർഷൻ. ഇവിടെ 7 മാസം കുഞ്ഞിനെ ഒന്നും ഇവിടെ കൊല്ലാൻ പറ്റത്തില്ല. അമേരിക്ക 7 മാസം കുഞ്ഞിനെ വയറ്റിൽ ഞെക്കിയിട്ട് ആശുപത്രിയിൽ പോയി കീറിക്കളയും. പച്ചയ്ക്ക് സ്റ്റാൻഡേർഡ് കുറവ് ഞാൻ പറയാം. ഇന്ന് രാത്രി 78 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത്. കാനഡയിൽ പോയി പെൺപിള്ളാർ. കഴിഞ്ഞ ദിവസം കാനഡയിൽ തന്നെ ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കണം. വാങ്കൂവർ, ആൽബർട്ട, അത് കഴിഞ്ഞ് ടൊറൻഡോ, അത് കഴിഞ്ഞ് നയാഗ്ര. മലയാളി പെങ്കൊച്ചുങ്ങൾ അവിഹിത ഗർഭം ധരിച്ചിട്ട്. കാനഡ അബോർഷൻ ഇല്ല.
കമ്പത്തും കോയമ്പത്തൂരും ചാടുന്ന ബസ് ടിക്കറ്റ് എടുത്ത് അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തിട്ട് വരുന്നു. മയക്കുമരുന്ന് കളയും. കണ്ടില്ലേ ബിൽ ക്ലിൻ്റനാ അതിലും കുഴപ്പം കാണിച്ചത്. ബിൽ ക്ലിൻ്റനാ കൊണ്ടുവന്ന് ആർക്കും അബോർഷൻ നടത്താം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഞാൻ ബഹുമാനിക്കുന്നു. ആ മാർപ്പാപ്പ ചെന്ന് ബിൽ ക്ലിൻ്റനോട് ബൈബിൾ കാണിച്ചിട്ട് പറഞ്ഞു, മക്കൾ യഹോവ തരുന്ന ദാനം ഉദരഫലം യഹോവയുടെ പ്രതിഫലം. അയ്യോ, കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കരുത്. അന്ന് തൊട്ട അമ്മാമേ അമേരിക്ക ബാങ്ക് പൊട്ടി. എത്രയോ 36 ബാങ്കുകളാ പൊട്ടിയത്. JP മോർഗൻ അമേരിക്കൻ ബാങ്ക്. ട്രംപ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ഞങ്ങളുടെ രക്ഷകൻ വന്നെന്ന്. പെന്തിക്കോസുകാർ പോസ്റ്റഡിയിലായിരുന്നു. ട്രംപ് വന്നേ സ്വോത്രം. ട്രംപ് വന്നിട്ട് കേട്ടില്ലേ അവിടെ കറങ്ങി നടന്നവൻ്റെ എല്ലാം കയ്യും കാലും കൂട്ടിക്കെട്ടി നാട്ടിലേക്ക് വിട്ടു. സ്വോത്രം. കണ്ടില്ലേ സ്വോത്രം. ശശി തരൂർ തിരുവനന്തപുരം MP എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ശശി തരൂരിനോട് ചോദിച്ചു, സാറേ 18,000 പേരെ കാണുന്നല്ലോ. അപ്പോൾ ശശി തരൂർ പറയാം, പാസ്റ്റർ RC ബുക്കില്ലാത്ത വാഹനം എത്ര എണ്ണം തിരുവനന്തപുരത്ത് ഓടുന്നു, ബാക്കി പുറകെ വരുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് എല്ലാത്തിനെയും പൊക്കാൻ പോവുക. അതുകൊണ്ടാണ് കയ്യും കാലും. ട്രംപ് വന്നപ്പോൾ പെന്തിക്കോസുകാരെല്ലാം ഞങ്ങളുടെ രക്ഷകൻ. ട്രംപ് വന്നത് ഇസ്രയേലിന് വേണ്ടി. ആ മക്കള് ഇന്ന് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് ഒരുവനെ കൊണ്ടുവരണം. അതിനുവേണ്ടി ദൈവം കൊണ്ടുവന്നു. അവൻ ബലശാലികളെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ അതിനകത്തിരുത്തുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. മനസ്സിലാക്കണം. ട്രംപ് വന്ന ഇസ്രയേലിനാവും. അതുകൊണ്ട് അവർ പാസ്റ്റർ പിടിച്ചിട്ട് ഇസ്രയേലിൻ്റെ അംബാസിഡറാക്കി. പിന്നെ ട്രംപ് നല്ലവൻ, അവൻ ആരായിക്കോട്ടെ, എവിടെ ചെന്നാലും പറയും യേശു എൻ്റെ രക്ഷകനാണ്. നമ്മൾ ഇന്ന് മിണ്ടാതിരുന്ന ദൈവം എന്നറിയുമോ? സ്വോത്രം. ട്രംപ് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ട്രംപ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. സ്വോത്രം. പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുടെ പ്രാർത്ഥന. മൂന്നാമത്തെ ട്രംപിൻ്റെ നല്ല കാര്യം, ക്രൈസ്തവ വേലയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. 4, നമ്മളിവിടെ ഒരു ട്രാക്ട് കൊടുക്കുന്നില്ല. ട്രംപ് 50,000 ബൈബിൾ വെച്ച ഓരോ കൗണ്ടിയിൽ അടിച്ചിട്ടിരിക്കുന്നത്. അവസാനം അമേരിക്കയോട് പറഞ്ഞെന്താണെന്നറിയാമോ? പെന്തിക്കോസുകാർ കേട്ടട്ടെ, ഇനി അമേരിക്കയ്ക്ക് രക്ഷകർത്താവായ യേശു ക്രിസ്തു മാത്രം. ഉമ്മാത് ഉടനെ പറഞ്ഞ് ഇന്ത്യക്ക് ഇതൊന്നും അല്ല, പെന്തിക്കോസുകാർക്കും അല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കയിൽ എത്ര എണ്ണ ഇനി വരാൻ പോകുന്നതെന്നറിയോ? നാട്ടുമാങ്ങ വീഴുന്നോലെ അമേരിക്കക്കാരനാന്നോ ഭാഗ്യവാൻ. 37 ബാങ്ക് പൊട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗൾഫുകാരനാന്നോ പശ്ചിമേഷ്യ എണ്ണ വില കുതിക്കുന്നു, അവരാന്നോ ഭാഗ്യവാൻ. അപ്പം വിചാരിച്ചു മണിമലയും പത്തനാട് റബ്ബറുള്ള അച്ചായനാ ഭാഗ്യവാനെന്ന്. ഈ നാളെ എത്ര റബ്ബർ വെട്ടി കുഞ്ഞച്ചായ, ഇലയും പോയി പട്ടയം പോയി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? കാഞ്ഞിരപ്പള്ളിയിലെ കുഞ്ഞച്ചൻ ചേട്ടനോ മണിമലയിൽ അവറാച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാൻ. ഇതിൻ്റെ നടുവിൽ ഒരു കൂട്ടമുണ്ട്. ആരോ ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു, ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. സ്വോത്രം. അവൻ നിയമത്തെ കഠിനമാക്കൂ. വായിക്കാം ദാനിയേൽ 7:25. 2-3 വാക്യങ്ങൾ ഇടവേള. മോൻ വായിച്ചാട്ടെ. നിയമത്തെ അവൻ കഠിനമാക്കും. വായിച്ചാട്ടെ. അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും ദൈവം വെച്ച കാർമിക നിയമം മാറ്റും. അവൻ അത്യുന്നതിന് വിരോധമായി വമ്പ് പറയുകയും. വായിക്കാം. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാ കല്യാണമില്ലാത്ത കാലം. ഇംഗ്ലീഷ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ SB കോട്ടയം കുസാറ്റ് മഹാത്മാഗാന്ധി ഗാന്ധി യൂണിവേഴ്സിറ്റി ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. മലയാളം മുൻ വായിച്ചു. സമയങ്ങളെ നിയമങ്ങളെയും അവൻ മാറ്റും. അടുത്ത വാക്ക് കാലവും കാലങ്ങളും കാലാംശവും. ഈ കൃപായുഗം കഴിഞ്ഞ 4 യുഗമുണ്ട്. ഉപദ്രവം മഹോപദ്രവം 1000 ആണ്ട് വായിച്ച നിത്യയുഗം. കാലം 7, കാലം അംശം 3.5 ബ്ലൗസ് വെട്ടുന്ന പോലെ. സ്വോത്രം. ഇതാ വരാൻ പോകുന്നവന്റെ ഭരണം. അടുത്തത് വൈര് കാലാംശവും. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ലോകം ഒരുവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു. അതാ ഇന്നത്തെ അന്ത്യകാല സംഭവം. നിയമം മാറിയോ? അടുത്ത വാക്ക് മോൻ പടപട എടുത്തു. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവിടെ നിൽക്കട്ടെ. അടുത്ത വാക്കിലേക്ക് മർക്കോസ് 13:12. ആരെ കൊല്ലും? കേരളത്തിലെ പത്രവാർത്ത വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കരയും. മർക്കോസ് 13:12 മോൻ വായിച്ചാട്ടെ. സഹോദരൻ സഹോദരനെയും ദാ കിടക്കുന്ന സഹോദരന്റെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അവിടെ നിൽക്കട്ടെ മോൻ. ഓടിപ്പോയല്ലോ. ഇനി വേണാട് പോയാലോ പോകണം. കാര്യം പറയാം. സ്വോത്രം. എന്താ അതിന്റെ സംഭവം എന്നറിയോ? ചെത്തങ്കര പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കൂവപ്പള്ളി ചന്തയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സംഭവം. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ 40 കോടി രൂപയ്ക്ക് വേണ്ടി 2 അനിയന്മാരെ ഒരു ചേട്ടൻ കൊന്നു. പത്ര വാർത്ത. സ്വോത്രം. കണ്ടില്ലേ? അതിവിടെ പറഞ്ഞപ്പോൾ 2 മിനിറ്റ് കടമെടുക്കുക. കേൾക്കണം. കാഞ്ഞിരപ്പള്ളി നല്ല ചന്തയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 3 രാത്രി 8 ചെറുപ്പക്കാർ. അവരുടെ ആഗ്രഹം കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കണം. അത് കണ്ടിട്ട് കേരളത്തിലൊരു പ്രാസംഗികൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ ചന്തപ്രാസംഗിയാന്ന്. സ്വോത്രം. എത്ര നല്ലത്. നമ്മുടെ കർത്താവ് വള്ളത്തെ കയറി പ്രസംഗിച്ച് നമുക്ക് ചന്തയെങ്കിലും കിട്ടിയതിനായി നന്ദി. സ്വോത്രം. സ്റ്റാൻഡേർഡ് അല്ലയോ? നല്ല സ്റ്റാൻഡേർഡ് അല്ലയോ? അവൻ്റെ സ്റ്റാൻഡേർഡ് എന്താ പോസ്റ്റ് ഇട്ടവനെ ഞാനൊന്നും മിണ്ടിയില്ല. സ്വോത്രം. ഇന്ന് രാത്രി 3 ദിവസത്തെ യോഗം. അമ്മാമേച്ചാനും കേൾക്കണം. ദൈവം ആര്? ഒരു 87 വയസ്സുള്ള അപ്പച്ചൻ കത്തോലിക്കക്കാരൻ. കുടുംബമായിട്ട് നല്ല വണ്ടി പ്രസംഗം കേൾക്കാൻ വരുമോ? അവർക്ക് അന്ത്യകാലം കേൾക്കണം.
2-ാം ദിവസം യോഗം കഴിഞ്ഞു. ഇവിടെ പാസ് വെള്ളം തന്നോലെ വെള്ളം കുടിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്ന എങ്ങനെയാണെന്ന് സാറിന് പറയാമോ എന്ന്. സ്വോത്രം. ലോകയുടെ അളിയൻ്റെ പേരാണ്, കമ്പ്യൂട്ടറിൽ നിന്നെങ്കിലും ഒന്ന് അടിക്കാമായിരുന്നു. സ്വോത്രം. ലോകത്തിൻ്റെ ഭാര്യ കാഞ്ഞിരപ്പള്ളി, കൊല്ലത്തും തിരുവനന്തപുരത്ത് കിടക്കുന്നത്. ഞാനങ്ങനെ കാഞ്ഞിരപ്പള്ളി. അപ്പച്ച എന്നോട് പറയാം, കോട്ടയംകാർ കേട്ടാട്ടെ കാഞ്ഞിരപ്പള്ളി എന്ന് പേര് വന്നത്. പണ്ട് അവർക്ക് പൈസ ഇല്ലായിരുന്നു. പുഴയുടെ അടുത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു, കാഞ്ഞിരം. കോടാലി വെച്ച് പീസാക്കി ഓല കൊണ്ട് മറച്ച് ആരാധന തുടങ്ങി. കാഞ്ഞിരത്തിൻ്റെ കീറ് കൊണ്ട് ഓല മറച്ച പള്ളിയുടെ പേരാ കാഞ്ഞിരപ്പള്ളി. കോട്ടയത്തുകാർക്കും അറിയത്തില്ല. സ്വോത്രം. ഇപ്പം ക്ലിയറായോ? കാഞ്ഞിരപ്പള്ളി കൂടെ പോകുന്നവർ, അമൽ ജ്യോതിയുടെ അതിലെ കൂടെ പോകുന്നവർ. സ്വോത്രം. 3-ാം ദിവസം നല്ല പ്രസംഗം ചന്തയിൽ. ഞാൻ ഇറങ്ങിയപ്പോൾ, പാസ് കേൾക്കണം, നിങ്ങൾ കേൾക്കണം, ഞാൻ ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നെഞ്ചുകീറി പ്രസംഗിച്ച ഒരു വണ്ടിക്കൂലി വെക്കണം. ഞാൻ പറഞ്ഞു, താണ്ട കുഞ്ഞുങ്ങൾ വണ്ടിക്കൂലി തരും. 8 പിള്ളേരെ വിളിച്ച് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ കൊണ്ടുപോകാൻ ഞാൻ വിട്ടില്ല. സ്വോത്രം. പിള്ളേരുടെ കൈ കൊടുത്ത് പ്രാർത്ഥിച്ചു. അവരെനിക്ക് വണ്ടിക്കൂലി തന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എനിക്ക് ബസ് കിട്ടി. ഞാൻ കോട്ടയത്ത് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ 12 രൂപയുടെ ചായ കുടിച്ചപ്പോൾ അതിലൊരു മോൻ ഫോൺ ചെയ്ത, അമ്മാമ്മേ എന്നോട് പറയും 1ഉം 2ഉം അല്ല 10,000 രൂപ റോമൻ കത്തോലിക്കക്കാരെ അപ്പച്ചൻ. സ്വോത്രം. എന്നിട്ട് പറഞ്ഞ ഇനി യോഗം നടക്കട്ടെന്ന്. സ്വോത്രം. വേറെ കാര്യം കൂടെ പറയാം. ദൈവം ആർക്കും കിടക്കാനല്ല. അന്ന് സൗണ്ട് സിസ്റ്റത്തിന് കൊടുക്കാൻ പാസ്റ്റർ 6,700 രൂപ കുഞ്ഞുങ്ങളുടെ ഇല്ല. എല്ലാം പിരിച്ചതിന് ശേഷം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ മോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 3,250 രൂപ അടുത്ത കൺവെൻഷന് ബാക്കിയും ദൈവം തന്നു. കര ഉയരുന്നില്ലല്ലോ. പെന്തിക്കോസുകാർ കേൾക്കട്ടെ, RCയിൽ അപ്പച്ചൻ കർത്താവ് കാര്യം കാണാൻ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുന്നവനാ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കാഞ്ഞിരപ്പള്ളി ഓർത്തപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എവിടുത്തെ കൊലപാതകം വയ്യപ്പാടി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 80-കാരൻ 75-ന് പാലക്കാട് ചെന്താമര 2 കൊന്നിട്ട് പറയും, ഇനിയും കൊല്ലാൻ എനിക്ക് ആർത്തിയാകുന്നു. സ്വോത്രം. എവിടം വരായി കേരളം. കൊച്ചിയിൽ 9 മാസം 9 ദിവസവും 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകനെ കഴുത്ത് ഞരിച്ച് കൊന്ന് കുഞ്ഞിനെ വയറ്റിലെ റോഡിലോട്ടിട്ട് കൊടുത്തു, വണ്ടിക്ക് മുമ്പിൽ. കേരളം തീരാറായി. എല്ലാം കേട്ടാട്ടെ, പെമ്പിള്ളാരും കേട്ടാട്ടെ. കളമശ്ശേരി നടന്ന സംഭവം. ആദ്യത്തെ ഭർത്താവ് പോയി, 1.5 വയസ്സുള്ള കുഞ്ഞുമോൻ ദാണ്ടിരിക്കും നമ്മുടെ കൊച്ചുമോനാണ്, സൂര്യനെ പോലെ. ആ 2ാമത്തെ രൂപം വന്ന് അവൻ പറഞ്ഞ്, ഈ കൊച്ചിനെ കൊല്ലാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് മധുവിധു ജീവിക്കാവും. അവളെ കഥവിൻ്റെ ചവിട്ടി വെച്ച് ഞെരിച്ച് കളഞ്ഞു. കളമശ്ശേരി ആശുപത്രി കൊണ്ട് ഡോക്ടർമാർക്ക് പിടികിട്ടി, പോലീസ് പിടിച്ചു. ആദ്യത്തവനെ അന്വേഷിച്ചു, കിട്ടിയില്ല മൊബൈൽ നമ്പർ. 1.5 മാസം 1.5 വയസ്സുള്ള സൂര്യനെ പോലെ ഒരു ആൺകുഞ്ഞിൻ്റെ ബോഡി അവിടെ മോർച്ചറി വെച്ചത്. ആശുപത്രിക്കാർ അടക്കാൻ പോയപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ്, അടക്കണ്ട, എൻ്റെ പൈസ കൊണ്ട് ഞാനൊരു ശവപ്പെട്ടി മേടിക്കാം. ആ ശവപ്പെട്ടിയുടെ മേളിൽ ഒട്ടിച്ചു, മകനെ വിടാ. മനസ്സിലാകുന്നവർക്കായി 4 കിലുക്കൂട് അതിനകത്തിട്ടു. സ്വന്തം അപ്പൻ പോലും അന്വേഷിച്ച് വരാൻ സൂര്യനെ പോലെ മുഖം പ്രകാശിക്കുന്ന കുട്ടിയെ കഴുത്തിന് ചരിച്ചു കൊല്ലുന്ന കേരളം തീരാൻ പോവുക. സ്വോത്രം. തൊട്ടിൽ പാലം രാത്രി അത്താഴം വിളമ്പിച്ചിരുന്ന അമ്മയെ മോൻ കഴുത്തറുത്ത് കൊന്നില്ലേ? തീരാറായോ മക്കള്? ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള വന്ദനാദാസ്, ഒരു നല്ല ഡോക്ടറിന് ഒരു നരാധമൻ മയക്കുമരുന്നേരം കൊന്നില്ലേ? ഇത് സിസ്റ്റം ഫെയിൽവറായി. ഒരു മന്ത്രിമാരെ ഭാഷമൻ ചേട്ടനെ പിണറായി ചേട്ടനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം വേറെ കയ്യിലായി. സഹോദരനെയും അപ്പൻ മകനെയും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ്, മക്കൾ അമ്മയപ്പന്മാരുടെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ദാ കിടക്കുന്നു മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലിക്കും. ചെങ്ങന്നൂർ കണ്ടില്ലേ? നിങ്ങളുടെ തൊട്ടടുത്ത് ഷെറിൻ ഭാസ്കര കണകർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. നല്ല മോളാ വീട്ടിൽ വന്ന് ചക്കരെ പൊന്നെ. അവസാനം അച്ചായനെ പെരുവഴിയാക്കി. അവിടെ വിഷയത്തിലപ്പോൾ ജയിലിൽ കുലുങ്ങിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം IG ആയിട്ട് സംസാരിച്ചു. പറഞ്ഞു, ഭാഷ ഒന്നും പറയല്ലേ, സ്റ്റേജ് കൂടെ എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് കണ്ടോ, അമ്മാമാരും അച്ചായന്മാരും നല്ലവരുണ്ട്. വീട്ടിൽ വരുന്ന പെൺപിള്ളാരോട് മര്യാദയ്ക്ക് സംസാരിച്ചോണം. കൊട്ടേഷൻ ടീമിൻ്റെ നമ്പറുണ്ട്, മനസ്സിലാക്കുന്നവർക്ക്. സ്വോത്രം. ഭാസ്കരൻ കാരണം അവരെ ശരിയാക്കിയല്ലോ, ശരിയാക്കും. സ്വോത്രം. ബാക്കി പറഞ്ഞുതരാം, യോഗം കഴിയട്ടെ. സ്വോത്രം. സകല പോലീസുകാരൻ്റെ സുഹൃത്തുക്കൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 2ാമത്തെ കാര്യം, ചെങ്ങന്നൂരിലൊരു ചെറുപ്പക്കാരൻ, നിങ്ങൾക്കറിയാമോ? അവൻ്റെ പേരായിരുന്നു ഷെറിൻ. അപ്പനുമായിട്ട് കാർ ശരിയാക്കാൻ തിരുവനന്തപുരത്ത് വന്നു. വെഞ്ഞാറമൂട്, പോത്തൻകോട്, കൊട്ടാരക്കര കലകം, പന്തളത്ത് കഴുത്ത് ഞരിച്ചു. പത്തനംതിട്ട തല മീനച്ചിലാറ്റിൻ്റെ അവിടെ കയ്യും കാലും. ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, പട്ടിയെ അടക്കുന്നത് പോലെ എല്ലാം കൂടെ വാരിക്കൂട്ടി സെമിത്തേരിയിൽ അടക്കിയെന്ന് ചെങ്ങന്നൂർക്കാരൻ, അമേരിക്കക്കാരൻ അപ്പച്ചൻ. മനസ്സിലാകുന്നവർക്ക്. CSI കേട്ടെ. തിരുവനന്തപുരത്ത് 400 CSI പള്ളിയിലാണ് ഞാൻ പ്രസംഗിച്ച. കഴിഞ്ഞ രാത്രി ചെങ്കൽ ചൂളയായിരുന്നു. സ്വോത്രം. എത്ര പോലീസുകാരെ കേൾക്കാൻ വന്ന, കേരളത്തിൻ്റെ IG സഹിതം ഇന്നലെ പ്രസംഗം കേൾക്കാൻ വന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ചെങ്കൽ ചൂളയിലെ സമാധാനം കണ്ടിട്ട് അവരും പറഞ്ഞു, ജീവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്. സ്വോത്രം. ബാക്കി ഞാൻ പറയുന്നില്ല, ഇന്ന് രാത്രി മുഴുവൻ തീരത്തില്ല. ഒരു ലോഡ് ഗുണ്ടകൾ കർത്താവിനെ കണ്ട് ഫോട്ടോ വേണേ പാസ്ക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. പിള്ളേർ ഇന്നലെ ചായ മേടിച്ചെന്നിട്ട് ഇന്നലെ രാത്രി കേട്ടാട്ട്. മക്കളെ, പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാം? കർത്താവ് വരാറായെന്ന്. അവർ CSI ഹോമിയോ ഡോക്ടർ. ഞാൻ ചോദിച്ചു, ദർശനം കിട്ടിയോന്ന്? 3 ലക്ഷം രൂപയ്ക്ക് 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വിറ്റ് കാശാക്കിയ കേരളം. സന്തോഷം ഇല്ലല്ലോ മാമേ? ഒരുത്തരെയും കുറ്റം പറയണ്ട. സിസ്റ്റം ഫെയിൽവാർ. എവിടം വരായെന്ന് നോക്കിയാൽ മതി.
മന്ത്രവാദത്തിന് വേണ്ടി ബാലരാമപുരത്ത് 2 വയസ്സുള്ള കൊച്ചുമോള് ദേവേന്ദുവിൻ്റെ തല മൊട്ടയടിച്ച് രാത്രി കിണച്ചിട്ടേക്കുന്നു. സ്വോത്രം. എവിടായി കേരളം? നല്ല കാലം മാറിയോ? അടുത്തതൂടെ പത്തനംതിട്ട നടന്ന സംഭവങ്ങൾ. പോസ്കോ വായിക്കാൻ മോനെ എല്ലാവരും എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 3:12. പോലീസിന്റെ കണക്ക് 2 വർഷം 890 പോസ്കോ കേരളത്തിൽ. 100% സാക്ഷരതയുള്ള കേരളത്തിൽ 890 പോസ്കോ. യെശയ്യാ പ്രവചനം 3:12 വായിച്ചോട്ടെ മോനെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. കിടക്കുന്ന കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാലമായില്ലേ? മോൻ അവിടെ നിന്നാട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പത്തനംതിട്ട കണ്ടില്ലേ, 64 അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞ് പാസ്റ്റർ കരഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സ്വോത്രം. പെൺപിള്ളാരുടെ കയ്യിലും കുഴപ്പമുണ്ട്, വീട്ടുകാർ മൊബൈൽ കൊടുക്കുമ്പോൾ ആലോചിക്കണം. സ്വോത്രം. അതാ ഇനിയും വരും പോസ്കോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലജ്ജയുണ്ട് ഓൺലൈനിൽ പറയാൻ. സിനിമാ കമ്മിറ്റി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സഖാവ് പിണറായി വിജയൻ പുറത്തുവിട്ട പലരും പെറ്റിങ് കിടക്കെടുക്കും. അതിനകത്ത് മൊഴി കൊടുത്ത നടിമാർ പറഞ്ഞതാണ്, ഞങ്ങളെ വിറ്റ് കാശാക്കിയതാ ഞങ്ങളുടെ അമ്മമാരെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത്. പണത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, കാറിന് വേണ്ടി, അവസരത്തിന് വേണ്ടി സ്വന്തം മക്കളെ വിറ്റ് കാശാക്കുന്ന കേരളം. അടുത്തവിടെ വായിര് അമ്മമ്മയെ വചനം എടുത്താട്ടെ. ആ സ്ത്രീകൾ അവരെ വാഴുന്നു. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അന്ത്യകാലമായില്ലയോ? നല്ല കാലമാണോ? ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകാം. ഈ കാലത്തെ പറ്റി പൗലോസ് ഒരു കാര്യം പറഞ്ഞു. വായിക്കാം. എഫേസ്യർ 5:15-16. അമേരിക്കയിലെ കൂടെ പോയി ഇടവേള. എഫേസ്യർ 5:15-16 മുൻ വായിച്ചേട്ടെ. എഫേസ്യർ 5:15-16 വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. അടുത്ത കാലം ഇത് ദുഷ്കാലമാകയാൽ. നല്ല കാലം പോയി അമ്മാമ. ഇത് ദുഷ്കാലമാകയാ. സമയം വായിച്ചാട്ട് മോനെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. കോട്ടയം ഭാഷ കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ തോട്ടക്കാട് കുഞ്ഞമ്മാമ 10,000 മേളിൽ കത്തിയെടുക്കത്തില്ല. അരകല്ലിന്റെ മേളിരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്ത് കോഴിയെ തീർക്കുന്നത് പോലെ ഇന്നുള്ള ലോകം കർത്താവ് തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ ഒരു കൂട്ടം എടുക്കപ്പെടാറായി. കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി പാലമൊറ്റ. ഇന്ന് രാത്രി മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 ഏകനാമം യേശുവിന്റെ നാമം. ഈ രാത്രി ശബ്ദ സീമ ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏകരക്ഷകൻ, ഏക കർത്താവ്, രാജാതി രാജാവായി അവൻ മടങ്ങി വരുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു ആരെങ്കിലും കരമുയർത്തുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ വരാറായി. അമേരിക്കയിലെ കാട്ടുതീ. ഇടവേള പറഞ്ഞുതരാം. അമേരിക്കയിലെ കാട്ടുതീ എല്ലാവരും നോട്ട് ചെയ്താട്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 2025 ഈ കൺവെൻഷൻ കർത്തദാസൻ പോസ്റ്റ് വെച്ചപ്പോൾ അമേരിക്കയിൽ ജനുവരി 5 ഒരു സംഭവം നടന്നു. എന്താ ജനുവരി 5? അമേരിക്കയിലെ സിനിമ ഹോളിവുഡ് നൈറ്റ്. മലയാളം സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറവാ പാസ്റ്റേ. ചുട്ടിപ്പാവാടെ ഉടുത്ത 2 പെൺപിള്ളാർ മൈക്ക് എടുത്തിട്ട് പറയോ, ഹൂ ഈസ് ദ ഗാഡ് ഈസ് ക്രിയേറ്റഡ് യൂണിവേഴ്സ്. ആരാ പറഞ്ഞ ദൈവം ആ ലോകത്തെ സൃഷ്ടിച്ചെന്ന്. സ്വോത്രം. 2 പെൺപിള്ളാർ ചുട്ടിപ്പാവാടെ കൊടുത്ത് എല്ലാത്തിനെയും ദൈവം തീർക്കും. സ്വോത്രം. ഞാനായോണ്ട് ഇത്ര അനീഷാരുന്ന ബാക്കിയൂടെ പറഞ്ഞാൽ വ്യാഴാഴ്ച കേൾക്കാം. സ്വോത്രം. അങ്ങനെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ബാക്കിയൂടെ കേൾക്കാം. എന്താ സംഭവിച്ചത്? ഈ പെൺകുട്ടികൾ പറഞ്ഞ എന്തുവാണെന്നറിയാവോ? ബാക്കി പറഞ്ഞ എന്തുവാണെന്നറിയാവോ? അതൊരു ലോകം ഉണ്ടായതൊരു പ്രതിഭാസം. 48 മണിക്കൂർ എടുത്തില്ല അമ്മാമ്മേ. കോട്ടയംകാർ കേട്ടാട്ടെ, വാകത്താനം കേട്ടാട്ടെ, തെങ്ങണ കേട്ടാട്ടെ. 48,000 ഏക്കർ കത്തിപ്പോയി ദൈവദാസനെ. 28,500 വീട് കത്തി അമ്മമ്മേ. 28 സിനിമാ നടികൾ കത്തിപ്പോയി അമ്മമ്മേ. 10 പേര് അല്ലാതെയും കത്തി. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവില് അമേരിക്കയുടെ തീ വേണ്ട, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ബോംബ് വേണ്ട, ഇന്ത്യയുടെ ക്ലസ്റ്റർ ബോംബ് വേണ്ട. സായം സന്ധ്യയിൽ 2 ദൂതന്മാർ എവിടെ ചെന്ന് അബറാന്റെ വീട്ടിൽ ചെന്നു. അബറാച്ചാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോത്തിന്റെ അങ്ങോട്ട് വാട്സപ്പ് നോക്കി 10 പേരെങ്കിലും കൂടുന്ന കൂട്ടായ്മ ഉണ്ടോ? സഭയെ പൂട്ടിയിട്ട് ഇപ്പം കർത്തമത്ത് കണ്ടുകൊണ്ടിരിക്കുമല്ലോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. സഭയിൽ 2 എണ്ണമെങ്കിലും ഉണ്ടോ? ഇല്ല. അബ്രഹാമിനോട് പറഞ്ഞ് തീ എടുക്കാൻ പോവുക. അബ്രഹാം പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ലോത്തുണ്ട്, അവനെയും കുഞ്ഞുങ്ങളെ ഓർത്തോണം. പെതിക്കോശാർ കേട്ടാട്ട് ദൂതന്മാർ നേരെ ലോത്തിൻ്റെ വീട്ടിൽ ചെന്നു. ലോത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ നാട്ടുകാർ കൂടി. ഇതാ സ്വവർഗം അഥവാ ഭോഗിക്കേണ്ടതിന് ലെസ്ബിയൻ കൈ. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്, തരണമെന്ന്. ലോത്ത് പറഞ്ഞു മലയാളത്തിൽ കല്യാണം നിശ്ചയിച്ച 2 പെങ്കൊച്ചങ്ങളുണ്ട് തരാന്ന്.
പക്ഷേ ദൈവം ഇരുട്ടാക്കി. 4 കാര്യം ദൈവം സ്വർഗം പറഞ്ഞു ദൂതന്മാരിൽ കൂടെ: ഈ പ്രദേശത്ത് നിൽക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. ലോത്ത് നമ്മുടെ പാലമുറ്റത്തും കുമ്പനാട്ടും എല്ലാം ട്രമ്മും അടിച്ചത്. ലോത്തിന് പിടികിട്ടി. കുഞ്ഞുങ്ങൾക്ക് ചുരിദാർ കൊടുത്തു. നമ്മുടെ ലോത്തിൻ്റെ ഭാര്യ അമ്മ ബൈബിളും ഇല്ല, ഗൂഗിളിലും ഇല്ല. നല്ല കാര്യമായിരുന്നു. സ്വോത്രം. പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് 8 ചിക്കൻ കാല് കുക്കറിൽ കിടന്നതാണ്. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് നല്ല ആപ്പിളിൻ്റെ ഐഫോൺ വന്ന് വൈഫൈ റൂട്ട് ചെയ്യുക. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്ത് കരിക്കിനേത്ത് നിന്ന് പഠിച്ച സാരി കുമ്പനാട്ട് കൊടുത്തില്ല, സ്പ്രേ അടിച്ച് വെച്ചേക്കുമോ. സ്വോത്രം. പോകാൻ പറ്റുമോ? ഓട്ടം മുമ്പോട്ട് നോട്ടം പുറകോട്ട്. ലോത്ത് മര്യാദയുള്ളവനായിരുന്നു. ഈ അമ്മാമ്മയെ പിടിച്ചിരുന്ന അവനും പരിപാടിയായി പോയനെ. നീ നിൻ്റെ വഴി ഒറ്റച്ചാട്ടം മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. കണ്ടില്ലോ സോദോം. അമ്മാമ്മയ്ക്ക് സോദോം വിടണമെന്നുണ്ടായിരുന്നു, പക്ഷേ സോദോം അമ്മാമ്മയെ വിട്ടില്ല. ബൈബിൾ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും. പെന്തിക്കോസ്തുകാർ കേട്ടാട്ടെ, ഇത്രയും പേരെ കിട്ടുന്ന പാടാ. അതുകൊണ്ടാണ് ചങ്ക് കയറി ഞാൻ പ്രസംഗിക്കുന്നത്. കേൾക്കണം. അമേരിക്ക ഒരു സുശേഷകനുണ്ടായിരുന്നു, ദൈവദാസന്മാരെ, ബില്ലി ഗ്രഹാം. കേൾക്കുന്നവർക്കായി ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്: സോദോമിനകത്ത് ദൈവം ന്യായവിധി നടത്തിയെങ്കിൽ അമേരിക്കക്കകത്തും ദൈവം തീ കത്തിക്കും. മനസ്സിലാകുന്നവർക്കായി അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട നടന്നത്. ഇന്ന് രാത്രി ദൈവസഭയുടെ പ്രത്യാശ ലോത്തിനെ കുഞ്ഞുങ്ങളെ സോബയറിനകത്ത് കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ പാലമുറ്റത്തും തെങ്ങണയും ഒരു സംഭവം നടക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. എൻ്റെ കാന്തൻ വരാറായി. ഒരു രാത്രി കൂടി പാലമുറ്റത്തോട് കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അന്ന് ലോത്തിനെ കൊണ്ടുപോയെങ്കിൽ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കാൻ കാലമായി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഇന്ന് രാത്രി പാലമുറ്റത്തോട് ഞങ്ങൾ പറയുന്നു: നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആദ്യത്തെ ഇടവേള 3 വാക്യം കൂടെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത മാസം വരാൻ പോകുന്നത് പോളിയോ. എന്താ പോളിയോ? പോളിയോ വാക്സിൻ്റെ പ്രത്യേകത. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച അടുത്ത PSC ടെസ്റ്റ് ജോൺ ലിറ്റിൽ വാക്സ്. അവനാ ഇസ്രയേലുകാർ. പോളിയോ 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് കാലിനകത്ത് പോളിയോ ബാധിച്ച് കിടക്കാൻ ഇന്ത്യയുടെ മോഡി സാറ്, കേരളത്തിൻ്റെ പിണറായി വിജയൻ, അതുപോലെ കഴിഞ്ഞിട്ട് നമ്മുടെ വീണ ജോർജും അനുവദിക്കത്തില്ല. പരസ്യം, പത്രം, പഞ്ചായത്ത്, ആശാവർക്കർ വീട്ടിൽ ചേച്ചി കുഞ്ഞിനെ കൊണ്ടുവരണം. അന്നേരം തെങ്ങണയിലെ ജ്യോതിമോള് കൊച്ചിനെയും കൂട്ടി മാമൻ വാപ്പിള കാളി ചിക്കൻ കാലി തിന്നാൻ പോകുന്നു. സ്വോത്രം. കൊച്ചിന് പോളിയോ കൊടുക്കാതെ പിന്നെ നീ കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. പോളിയോടൊന്ന് കൊടുക്കുക. സ്വോത്രം. എന്താ പോളിയോ? മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന കാലിലെ മുടന്താ പോളിയോ. അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സിലാക്ക്, തെങ്ങണയും കറുകച്ചാലും പാലമുറ്റത്ത് ഒരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. പാപത്തിൻ്റെ വിപത്ത്, മദ്യപാനം, മയക്കുമരുന്ന്, മദിരാക്ഷി. ഇതിനേതെങ്കിലും വാക്സിൻ ആരെങ്കിലും തരാൻ പറ്റുമോ? ഒന്ന്, പാപമുള്ള ഒരുത്തൻ ചെത്തിപ്പിടിച്ചെന്ന് എൻ്റെ സ്നേഹിതനാ ചെത്തിപ്പിടി ഡോക്ടർ ഷിവു. ഏറ്റവും നല്ല ചെന്നാൽ മതി, എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇരുൾവെളി പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുക ചെത്തിപ്പിടി ആശുപത്രി. എൻ്റെ പേര് പറഞ്ഞാൽ സ്വോത്രം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം പാപത്തിന് മരുന്ന് തരാൻ. അദ്ദേഹം പറയും പുറത്ത് പോകാൻ. സ്വോത്രം. 2, ഭാരതി പോയി പാപത്തിന് ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യാൻ പറയുമോ? അവർ പറയും സ്ഥലം കാലിയാക്കായി. ആരോ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നാൽ നിനക്ക് സർജറി നടക്കുമെന്ന്. പാപത്തിന് അവ അവിടെ ചെന്നു. അവരും ചവിട്ടി പുറത്ത് കളഞ്ഞു. ആരോ പറഞ്ഞു എന്നാൽ കാരിത്താസിപ്പാം. സ്നേഹിതൻ്റെ സ്നേഹിതൻ ആമോസാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ റേഡിയേഷൻ കൊടുക്കണം പാപം കരിക്കാനെന്ന്. ചവിട്ടി പുറത്താക്കി. പാപത്തിന് പാനഡോളില്ല, പാപത്തിന് പാരാസെറ്റമോളില്ല, പാപത്തിന് സർജറി ഇല്ല, പാപത്തിന് റേഡിയേഷൻ ഇല്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 5ാമത് കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ്റെ കരമുയർത്തുന്നവർക്കാൽ വിലയേറിയ രക്തം. സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി മദ്യപാനിയെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാര, ആത്മഹത്യ കാത്തിരിക്കുന്ന സഹോദരി, ഇന്ന് രാത്രി കരം വെച്ച് പറ: 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ
ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, വശാൻ കുറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു. സകലതും നിവർത്തിയായി ടെട്ടലസ്റ്റായി ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്തു, ഒരു പടയാളി എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരരായി എൻ്റെ കാന്തൻ വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, ഭഗത്വത്തിൻ്റെ രാജാവായി നമ്മുടെ നാഥൻ വരാറായി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകാവസാനം അടയാളം. അത്തി നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി അവൻ അടുക്ക്. 1, അവൻ നിയമത്തെ മാറ്റും. 2, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ആ ഭാഗത്തിലേക്ക് പോകാൻ പോകുന്നു. 15-20 മിനിറ്റ് വേണ്ടി വരും. ആരും കസേര വിട്ടു പോകരുത്. നിങ്ങളെ കിട്ടിയതിന് നന്ദി. ഇപ്പോഴത്തെ സമയത്തിൻ്റെ പേരെന്താ? മിണ്ടുന്നില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ. പ്രസംഗിച്ച് എനിക്ക് നെഞ്ചു വേനെടുക്കുന്നത് ചിക്കൻ തിന്ന് ചിന്നമാമ മിണ്ടുന്നില്ല. സ്വോത്രം. ഇപ്പോഴത്തെ സമയത്തിൻ്റെ പേരെന്തുവാ? ഒന്ന് മിണ്ടുന്നില്ല, അച്ഛനും മിണ്ടുന്നില്ലല്ലേ? പറഞ്ഞാട്ടെ, പേടിക്കണ്ട. സ്വോത്ര. ഇപ്പം റെഡിയായി. പെന്തിക്കോസ്തുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല. സ്വോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നല്ലൊരു നന്മ ഈ സമയം. മക്കൾ വന്നാട്ടെ, പാട്ട് പാടിയാട്ടെ, നല്ല അരുമയാനൊരു പാടലെ കൊടുക്കത്, നല്ല കാണിക്ക കർത്താവിൻ്റെ വേലയ്ക്ക്. മൊബൈൽ സ്വർണ്ണം ഒന്നും ഇടരുത്, പാഷൻ നെഞ്ചുവേദന വരാം. അത് സ്വോത്രം. നല്ല നോട്ടുകൾ കൊടുത്താട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. യെസ്, വേഗത്തിൽ പാടിയാട്ടെ മക്കൾ. ഒരു 20 മിനിറ്റ് കൂടി ഇരിക്കണേ മക്കൾ. നിങ്ങൾ നല്ല വചനം കിട്ടുന്ന മടങ്ങാം. ഓടി പോകാൻ തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ പാടിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തോളം നമ്മൾ സ്വരൂപിച്ച് കൂട്ടിവെച്ച കൺവെൻഷൻ്റെ സംഭാവന കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതുപോലെ ദേവദാസന്മാർ വന്നിട്ട് ഈ പാത്രം വിട്ടുതാണ്. വാളണ്ടിയേഴ്സ്, പ്രൈസ് ദി ലോർഡ്. ദേശത്തൊട്ട വീടുകളിലും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. തമ്മിൽ കാണാതിരുന്ന ദൈവദാസന്മാർക്ക് ഇവിടെ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്, അവിടെ ബന്ധപ്പെടാം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിപ്പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതി, പരൻ ശില്പിയായി പണിത നഗരമതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം
വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. ഇണയാകുമേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രൈസിലോ സമർപ്പിക്കപ്പെട്ട സ്വതന്ത്രകാഴ്ചയ്ക്ക് വേണ്ടി പോൾ പാഷൻ ലാലപ്പൻ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല മനോഹരമായ കർത്താവേ, ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കപ്പെട്ടതായ കർത്താവെ മഹാ കൺവെൻഷൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ കർത്താവെ പ്രവേശിക്കുവാൻ സ്വർഗ്ഗ ദൈവം സഹായിച്ചല്ലോ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ നടുവിൽ അയച്ചു ശക്തമേറിയ ആലോചനകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രകാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കിട്ടിയ എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഏറിയ അനുഗ്രഹവും നന്മയും പ്രതിഫലം കർത്താവ് കൊടുത്ത് മാനിച്ചാട്ടെ. കൃപയിൽ ഞങ്ങളെ മറച്ചാട്ടെ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു 15 മിനിറ്റൂടെ 3 വാക്യം വായിക്കുമ്പോൾ അവസാനിക്കും. ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ തിരുവനന്തപുരത്തെ എൻ്റെ പരിചയക്കാരൻ ജോസേട്ടൻ്റെ മരണവും ഇന്നത്തെ കമ്പ്യൂട്ടറും പറയുമ്പോൾ അവസാനിക്കും. വായിക്കാൻ മണി വെളിപ്പാട് 13:15. വായിക്കാൻ വെളിപ്പാട് പുസ്തകം 13:15 വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന്, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതാണ്ട് എല്ലാവരും നാക്കിയാട്ടെ. ഒരു 10 വർഷം മുമ്പ് ഞാനിവിടെ വന്ന് പ്രസംഗിച്ചേ പറയും. കർത്തൃദാസൻ എന്തോ പറയുന്നത്, 2018 ഒരു പെൺകുട്ടി വന്ന് സൗദി അറേബ്യയിൽ നിന്ന്, സോബിയ, മേരാ നാം സോബിയ, നമസ്തേ ഇന്ത്യ. എത്ര ക്ലിയർ. ഇപ്പം അവിടെ ലെവൽ മാറി. ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന പോലെ ചാറ്റ് GPT ഗ്രോക്ക് സാരിയൊക്കെ കൊടുത്തു. സ്വത്രം. അടുത്തത് ദാണ്ട് സൗദി പാസ്പോർട്ട് കൊടുത്തു. 25 വർഷം ജോലി ചെയ്ത തെങ്ങണയിലെ തോമസ് അച്ചാൻ ഒരു നമ്പർ പോലും കൊടുത്തില്ല. സൗദിക്കാരിക്ക് റോബോട്ട് ഇതാ പാസ്പോർട്ടും മേടിച്ചു. സ്വത്രം. അടുത്തത് ദാണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് പാപ്പനംകോട് സിനിമാ നടി കുശുബുവിൻ്റെ കണക്ക് അവൾ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാലം അമ്മ ഇതായിരിക്കുന്നു. സ്വത്രം. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. സോബിയ ദാ വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വ്യോമമിത്ര വട്ടിയൂർക്കാവിലുണ്ടാക്കിയ പെൺകുട്ടി ദാ ഇന്ത്യയുടെ ISRO ശാസ്ത്രജ്ഞന്മാരുമായി റോബോട്ട് എവിടം വരെ എത്തി. പെന്തിക്കോസുകാർ കേട്ടാട്ടെ. കഴിഞ്ഞ 2024 ജർമ്മനി ഫ്ലുവർത്ത് അവിടെ ഇവാഞ്ചലിക്കൽ ചർച്ചയിൽ പ്രസംഗിക്കാൻ വന്ന് റോബോട്ട് ഇടിപെട്ട് പ്രസംഗം. നമ്മുടെ ഉപദേശിമാരെ കാലം കഷ്ടകാലം 40 മിനിറ്റ് ആയപ്പോൾ ചാർജ് പോയി. എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് പ്ലഗ് കുത്താൻ കൊണ്ടുപോയി. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ഇതൊക്കെ വീഡിയോ കാണണ്ടേ. അതിലും നല്ലത് പറഞ്ഞുതരാം. സ്വിറ്റ്സർലൻഡിൽ ജനീവ രാവിലെ കത്തോലിക്ക സഭയിൽ കുമ്പസാരത്തിന് പോയപ്പോൾ യേശു ക്രിസ്തു ജീസസ് ഇരിക്കുന്നു. ഭയങ്കര തിരക്ക്. ജീസസ് പറഞ്ഞാൽ നോ ജീസസ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിയന്ത്രിത ബുദ്ധിയാന്ന്. സ്വത്രം. ദാ കിടക്കുന്നത് അവൻ്റെ മൂത്ത ചേട്ടനായ യെരുശലേം ദേവാലയത്തിൽ വരാൻ പോകുന്ന. സ്വത്രം. അന്ത്യകാലം പ്രസംഗിക്കാൻ സമയമില്ല. അതാ ഞങ്ങളുടെ ബൈബിൾ.
റോബോട്ട് എന്തുവാ, ഇൻ്റർനെറ്റ് എന്തുവാ, വയറെന്തുവാ, കയറെന്തുവാ, ടെലിഫോൺ എന്തുവാ, പിന്നെ ചാർജിങ് എന്തുവാ എന്നറിയാത്ത കാലത്ത് പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ എഴുതി റോബോട്ട് സംസാരിക്കുക. ഇന്ന് ലോകരാജ്യങ്ങൾ റോബോട്ട് സംസാരിക്കുമ്പോൾ പാലമുറ്റം കൺവെൻഷനിൽ പറയണം, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വരാൻ പോകുന്ന കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇൻ്റർനെറ്റ് മർഡർ 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കില്ല. മോനിലേക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത, മോനെ ദൈവമായിട്ട് ഇവിടെ ലാപ്ടോപ്പായിട്ട് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നമ്മുടെ ഇവിടെയുള്ള തെങ്ങണയിൽ ഒരു പെൺകുട്ടി, ചെന്നൈയിലുള്ളൊരു ചെറുപ്പക്കാരനുമായിട്ട് കമ്പനി, രാത്രി 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കും. ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പറയും. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവൾ അനുസരിക്കത്തില്ല. അവിടെ മെയിൽ ID വാട്സപ്പ് ഉണ്ട്. അതിനകത്തൊരു മെസ്സേജ് അയക്കും. അതിൻ്റെ പേര് എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ്. ഒരു ലാപ്ടോപ്പിന് 5 ഘടകം മോൻ്റെ കയ്യിലിരിപ്പുണ്ട്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, 3 ലിഥിയം ബാറ്ററി. പടപട മെസ്സേജ് വരും. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ ചൂടാവും. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഷോർട്ടാവും. ദാണ്ട് ഫ്രണ്ടിലെ സ്ക്രീൻ കുഞ്ഞു ബൾബ് പൊട്ടും, മനുഷ്യൻ മരിക്കും. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. സൗണ്ട് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ദൈവം ക്ലിയർ ആക്കിയിരിക്കുന്നു. ഞാനും ഈ കുഞ്ഞുങ്ങൾ പാടും. ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ ഈ ആംപ്ലിഫയർ ഇവിടെ നല്ല കുഴപ്പം, ബോക്സിനല്ല, മൈക്കിനല്ല, ആംപ്ലിഫയറിന് പുകയും. അതിൻ്റെ പരിപാടിയാണ് ഇൻ്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. പറയാം, തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന പെൺകുട്ടി 8 വയസ്സുകാരി മൊബൈൽ കളിച്ച് പൊട്ടിത്തെറിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോവളം മൊബൈൽ പൊട്ടി. കർണാടകയിലെ തുംകൂർ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് അനാവശ്യമായ ഒരു മെസ്സേജ് വന്ന് മൊബൈൽ ഓണാക്കി പൊട്ടിപ്പോയി. ചങ്ങനാശ്ശേരിയിലും തെങ്ങണയിലും കറുകച്ചാലും കൂത്രപ്പള്ളിയിലും പെട്രോൾ പമ്പ് എഴുതി വെച്ചു, യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അവിടെ നിന്നൊന്ന് സംസാരിക്കാമോ? അവർ റെഡിയാക്കി പുറത്ത് കളയും. അതിനുശേഷം ദാണ്ട് ചെന്നൈയിൽ കാർ ഓടിച്ചവൻ ബാറ്ററി പൊട്ടിത്തെറിച്ചു മരിച്ചു. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് മർഡർ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അന്ത്യകാലം പറഞ്ഞത് സജുജ തന്നൂരല്ല. ബാക്കി കേട്ടാട്ട് ദൈവമാകുമോ? നിർമ്മിത ബുദ്ധി. മോനെ ഇത് ക്ലിയർ ആയിക്കോണം. റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്ന ഇസ്രയേലിനകത്ത് ദാ കിടക്കുന്നു. ഇസ്രയേലിലെ 3 കമ്പനി, IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്. തൊടുപിഴക്കാരൻ മലയാളി ഹൃദയം കൊടുക്കാൻ പോകുന്നു. റോബോട്ടിനെ മനുഷ്യനാക്കിയ മനുഷ്യനോട് വല്ല സ്നേഹം കാണും. ഇപ്പം കുഞ്ഞുങ്ങളെ വിളിച്ചാൽ ലെഫ്റ്റിന് റൈറ്റ് പോകുന്നു. പിന്നെ റോബോട്ടിന് നമ്മളോട് സ്നേഹമുള്ള സ്വോത്ര. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരാൻ പോകുന്നു. വീട്ടിൽ മനോരമയുണ്ട്, തൂക്കി വിറ്റില്ലേ നോക്കണം. 7 ദിവസം മനോരമ വന്ന ദൈവമാകുമോ നിർമ്മിത ബുദ്ധി. മനോരമയുടെ ജോണി ലൂക്കോസ്. റോബോട്ട് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ ജഫ്രി ഹിണ്ടൻ. അദ്ദേഹം ഓടിപ്പോയി. നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് പോയി അടിച്ചു നോക്കണം. 30 വർഷത്തിനകം റോബോട്ട് മനുഷ്യനെ കൊല്ലുമെന്ന് സകല മൊബൈലിലും AI കൊല്ലുമെന്ന്. ഈ ജഫ്രി ഹിണ്ടൻ ഓടി കാനഡയിൽ ചെന്നിരിക്കുക. അവിടെ വെച്ച മലയാള മനോരമയുടെ ലേഖൻ ജോണി ലൂക്കോസ് റെഡിയാക്കി കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടറിനെ ഉണ്ടാക്കിയ ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞ അലൻ ടോറി. അദ്ദേഹവും പറഞ്ഞ് ഈ കമ്പ്യൂട്ടർ അവസാനം മനുഷ്യനെ കൊല്ലും. ഇൻ്റർനെറ്റ് മർഡർ. പുറകെ പറഞ്ഞു തരാം. സാത്താൻ്റെ ഇഷ്ടമെന്താ? ആരാധന. ശദ്രക് മേശക് അബേദ്നെഗോ ദുരാശു സമഭൂമിയിൽ വന്നു. പിശാച് പറഞ്ഞ് നെബൂഖദ്നേസർ സ്വത്രാഴ്ചയല്ല, ദശാംശമല്ല, 1 വണങ്ങിയേക്കാൾ. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പറഞ്ഞത് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന ഇൻ്റർനെറ്റ് മർഡർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കോട്ടയത്ത് വന്നു, പത്തനംതിട്ട വന്നു. ഭായിയോ ബഹനോ കാത്തുമേ കോയി ടാബ് നഗിയെ മൊബൈൽ നഗിയെ. സന്തോഷമില്ലല്ലോ സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി അദ്ദേഹം പിടിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വഴി നിശ്ചയിക്കുന്ന ഇസ്രയേലിന് മൊസാദ് അവർ പറഞ്ഞ് സാർ കൈ തൊടരുത്. മനസ്സിലാക്കാം എന്താ സംഭവം. അതാ 2018 ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോഡി സാറിനോട് പറഞ്ഞത് പിടിക്കരുത്. രണ്ടാമത്തെ സംഭവം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഈ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ സംഘടന യൂറോപ്പോൾ അവരും പറഞ്ഞത് പിടിക്കരുത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പിടിക്കാത്തത്. നമ്മുടെ സഖാവ് പിണറായി ഈ അടുത്ത ദിവസം അമേരിക്കയിൽ പോയി. TPM-ൽ അച്ഛനേക്കാളും നല്ല വെള്ള ഉടുപ്പ് മുണ്ട് വിട്ടിട്ട് നിൽക്കുന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി കൈ ലാപ്ടോപ്പ് ഉണ്ടോ? പിടിക്കത്തില്ല. അത് മാത്രമല്ല, കോട്ടയത്ത് പോലീസ് സൂപ്രണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് വരുന്നു. വഴിയിട്ട് ലാപ്ടോപ്പ് ഞെക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? ഞെക്കത്തില്ല. പറയും ഭാര്യയും 2 പിള്ളേരും ഉണ്ടെന്ന്. സ്വോത്രം. പൊട്ടിത്തെറിക്കാൻ സാധ്യത. മേശ വെച്ച് ഞെക്കത്തോള്. അങ്ങനെയെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 1 മിനിറ്റ് പോയാലും
നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന കണ്ടില്ല, 2 പേപ്പറുമായിട്ടൊക്കെയാണ് വായിക്കുന്നത്. അയ്യോ, ഞങ്ങളുടെ ഉപദേശിമാരുടെ ലെവല് മാറിപ്പോയി. ഇന്ന് ബൈബിൾ വല്ലവരും എടുക്കോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. കപ്പ എലിയട ചവിട്ടി മാന്തുന്നോലില്ലേ എന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഞെക്കുന്ന സന്തോഷമില്ലല്ലോ. യമനെ എല്ലാം കർത്താവ് അടിക്കാറായി മക്കളെ. സ്വോത്രം. ഇന്ന് രാത്രി സന്തോഷമില്ലല്ലോ. ഇത് അവസാന പരവാ, കുഴപ്പമില്ല. സ്വോത്രം. പിതാക്കന്മാർ ഇത് ഉയർത്തിയോണ്ടല്ലേ അമ്മമ്മ ഒരു വീട് നമുക്ക് കിട്ടിയത്. ഇത് ഉയർത്തിയത് കൊണ്ടല്ലേ ഒരു കാറ് നമുക്ക് കിട്ടിയത്. 2 ATM കാർഡ് കിട്ടിയത് ഇത് ഉയർത്തിയോണ്ടല്ലോ. നമ്മുടെ മക്കൾ വെളിനാട്ടിൽ പോയി 2 രൂപ അയച്ചത് ഇത് ഉയർത്തിയത് കൊണ്ടല്ലോ. പെന്തിക്കോസുകാരോട് ഇന്ന് രാത്രി നിങ്ങളെക്കാൾ ഉപരി ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യുന്ന ഒറ്റ സ്റ്റേജിനകത്ത് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറായിട്ട് വരത്തില്ല. എൻ്റെ അപ്പൻ 40 വർഷം ഓർത്തഡോക്സ് ഉപദേശി 2005 ഭരിച്ചപ്പോൾ വീട്ടിൽ ബൈബിൾ എടുക്കാൻ ആരുമില്ല. അടക്കാൻ വന്ന ഓർത്തഡോക്സ് തിരുമേനി എൻ്റെ അപ്പൻ്റെ ചേട്ടനാ മോനായിരുന്നു. പാമ്പാടി ദേറായിലെ ഏറ്റവും വലിയ പുള്ളിക്കാരൻ. സ്വോത്രം. അവിടുത്തെ തിരുമേനി ചോദിച്ചു, ഇനി ഈ പുസ്തകം എടുക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ അടുത്ത പുസ്തകം ഇന്ന് രാത്രി ഞാൻ എടുത്തത്. ഇതെടുക്കുമ്പോൾ ഒരു അനുഗ്രഹം അമ്മമ്മ, ഇത് തുറക്കുമ്പോൾ ഒരു അനുഗ്രഹമാ, ഇതൊന്ന് വായിക്കുമ്പോൾ അനുഗ്രഹമാ. ടെക്നോളജി അല്ല വലുത്. പിതാക്കന്മാർ നമ്മളെ വഴി നടത്തിയ വഴികളെ ഓർത്ത് ഇന്ന് രാത്രി മടങ്ങി വാ. തൻ്റെ ജന താഴ്മയോടെ ഇരുന്ന് ദൈവസന്ധിയിൽ നിലവിളിച്ച് കർത്താവിൻ്റെ സന്ധിയിൽ കരയുമെങ്കിൽ കോട്ടയത്ത് നമുക്ക് പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. സ്വോത്രം. ടെക്നോളജി എത്ര വലുതെങ്കിലും ഇത് മറക്കരുത് മക്കളെ. ഇന്ന് രാത്രി സ്വോത്രം. അതുകൊണ്ട് ബൈബിൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾ കമ്പ്യൂട്ടറോ എല്ലാം എടുത്തോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇൻ്റർനെറ്റുമാരുടെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. അതിനാസ്പദമായി താമസമ്മിന 2 കാര്യം പറയുമ്പോൾ അവസാനിക്കും. താമസമ്മിന സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാറായി. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ പ്രതിമ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊൻമുഖം ഞാൻ കാണും. 2, ഈ കമ്പ്യൂട്ടറിന് ഒരു നിയന്ത്രണ ബുദ്ധി കിട്ടാൻ പോകുന്നു. ആ നിയന്ത്രിത ബുദ്ധി ഇവിടെ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. കഴിഞ്ഞ ദിവസം പേപ്പർ തൂക്കി വിൽക്കരുത്. മലയാള മനോരമയുടെ ഒരു കോൺക്ലേവ് നടന്നു. ADGP മനോജ് എബ്രഹാം അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കേരളം കാണാൻ പോകുന്ന, ലോകം കാണാൻ പോകുന്ന സൈബർ യുദ്ധം, കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും പൊട്ടിത്തെറിക്കും. വീട്ടിൽ വായിക്കണം. അല്ല കുഞ്ഞുഞ്ഞമ്മ ഒളിച്ചോടിച്ച് ആ പൊടിയെ വായിക്കാതെ ഇതൊക്കെ വായിരു. സ്വോത്രം. കുഞ്ഞുങ്ങൾ മനോരമ പഠിപ്പുരയുമായിരു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വായിച്ചു. എന്താ ഇൻ്റർനെറ്റ് മർഡർ? ലെബനോൻ വരാൻ പോവാ. ഇത് കേട്ടിട്ട് ഒരു കാര്യം കൂടെ തിരുവനന്തപുരം പറയും, നിർത്താം. ബാക്കി മറ്റൊരിക്കൽ. ലെബനോൻ 3000 പേജർ ഉണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുത്തു. എവിടെ കൊടുത്തമ്മേ? ലെബനോൻ കൊടുത്തത് തൈവാനില. ഹംഗറിയിലേക്ക് പോയി. ഇസ്രയേൽ അറിഞ്ഞു. ആ പേജറിൻ്റെ മുഴുവൻ എന്തോ ഇതെന്നറിയാമോ? താണ്ട ബാർകോഡ് അവരെടുത്തു. ഈ പേനയ്ക്ക് ഞാനും വിൽസം പാസ്റ്റും കോട്ടയത്ത് ഒരു വില, ജോയ് പാസ്റ്റുമായിട്ട് ചങ്ങനാശ്ശേരി ചെന്നാൽ ഒരു വില. ബാർകോഡ് 1 കരമുയർത്തുന്നവർക്കായി. ഇതാ സൈബർ അറ്റാക്ക്. 2ാമത്തെ കാര്യം, ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. ഇപ്പം തന്നെ വാട്സപ്പിൽ കൂടുതൽ വരുമ്പോൾ കുഞ്ഞമ്മയോട് സാംസങ് പറയത്തില്ല, ഡിലീറ്റ് സം ഐറ്റം. സന്തോഷമില്ലല്ലോ. ഫോൺ മെമ്മറി ഫുൾ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇപ്പം ഹലോ ഹലോ വിളിക്കുമ്പോൾ പറയുന്നത്, അറിയാത്ത കോളിൽ നിന്ന് ഫോൺ വന്നാൽ എടുക്കരുത്, അറിയാത്ത നമ്പറിൽ നിന്ന് തുടരരുത്. എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ഹാക്കാവും. ഇസ്രയേലിൻ്റെ കയ്യിൽ ദാണ്ട് ഈ ഇന്ത്യയിലുള്ള ജിയോയുടെ നെറ്റ്വർക്കിൻ്റെ ബാർകോഡ് നിങ്ങളുടെ സിമ്മിലുള്ളതുപോലെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. 2 ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടകം വെച്ചു. ഒരു സുപ്രഭാതത്തിൽ ഉച്ചയ്ക്ക് ഒരു 10-15 മെസ്സേജ് പേജറിൽ കൊടുത്തു. കൈ കാലിൽ കുത്തുന്നതാ പേജർ. ബാറ്ററി ചൂടായി പടപട പേജർ പൊട്ടിത്തെറിച്ചു. അതാ ലെബനോനിലെ പേജർ സ്ഫോടനം. 2800 പേജർ പൊട്ടി. 38 പേര് മരിച്ചു. വാക്കി ടോക്കി സഹിതം പൊട്ടിക്കിടക്കുന്നു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു ഗവൺമെൻറ്, ഒരു കറൻസി, ഒരു പാൻ കാർഡ്, ഒരു ATM കാർഡ്, ഒരു മൊബൈൽ നെറ്റ്വർക്കെങ്കിൽ സകല സോഫ്റ്റ്വെയറുള്ള സാധനങ്ങൾ പൊട്ടാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം. കയ്യിലിരിക്കുന്ന വിവാദ മൊബൈൽ ചക്കച്ചുള്ളയുടെ കണക്ക് തൊലിച്ചു നോക്കാൻ പറ്റും. അതിനകത്ത് വല്ലതും ഉണ്ടോന്ന്. സ്വോത്രം. ബാറ്ററിയിൽ സ്വോത്രം. ആപ്പോ ഉണ്ട്, വിവോ ഉണ്ട്, സാംസങ് ഉണ്ട്, ചെവി കുത്തുന്നതുണ്ട്. ഇതിനകത്തെല്ലാം താഴെ ഇരിക്കുന്ന ബാറ്ററി അമ്മമ്മ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഒരു സ്മാർട്ട് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, ബാറ്ററി ചൂടായാൽ, പടപട മെസ്സേജ് വന്നാൽ ഈ ലോകം മുഴുവൻ ഒരു ഇൻ്റർനെറ്റിൻ്റെ യുദ്ധം വരാറായി. സജു ചാത്തന്നൂരല്ല, മനോജ് എബ്രഹാം സൈബർ ഡോട്ടിൻ്റെ ചുമതല മലയാള മനോരമ. വരാൻ പോകുന്നു സൈബർ യുദ്ധം. മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കുന്ന കാലം. ലെബനോനിൽ അത് ആരംഭിച്ചെങ്കിൽ മലയാളം നാട്ടുകാരോട് പറയാം, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റിക്കാർ സ്മാർട്ട് മീറ്റർ കൊണ്ടുവരാൻ പോവാ. സ്മാർട്ട്. മനസ്സിലാകുന്നവർക്കായി. ഇനി ലൈമാൻ വരണ്ട. ഓഫീസിൽ ഇരുന്ന് ഞെക്കിയ വീട്ടിൽ റീഡിങ് കിട്ടും പാസ്റ്റർ. സ്മാർട്ട് മീറ്റർ. സ്വോത്രം.
അതിനകത്ത് എന്തുവെന്ന് ആർക്കറിയാം? മനസ്സിലാകുന്നവർക്കായി. സകലതും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ലെബനോനിൽ സാമ്പിൾ തുടങ്ങിയെങ്കിൽ ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകളും മൊബൈലും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലം. ഈ രാത്രി പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം ഇവിടെ ആഗോള വ്യാപകമായി മൊബൈലുകളും കമ്പ്യൂട്ടറുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം ഉയരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശയുണ്ട്. മറ്റൊരു ശബ്ദം മധ്യാകാശത്ത്. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്, ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. 3 കൊലപാതകം നിർത്താം. പാമ്പാടി നവീൻ എങ്ങനെ മരിച്ചു? അട്ടിയൂർക്കാവ് ആര്യ ദേവ്യ. വായിക്കാം മോനെ യോഹന്നാൻ 16:2. വായിക്കാം. ട്രംപ് വന്നതൊന്നുമല്ല, വടി വരാൻ പോകുന്നേ ഉള്ളൂ. വായിക്കാം യോഹന്നാൻ 16:2. മോനത് വായിച്ചാട്ടെ. നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളികളിൽ ഞാൻ ഇനി പോയാലും സംഭവിക്കാൻ പോകുന്ന പള്ളികളിൽ ബോംബ് സ്ഫോടനം വരും. ട്രംപ് വരുന്നതിന് മുമ്പ് ജനുവരി തുടങ്ങി. അടുത്തതാ, സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, അവൻ കൊല്ലിച്ചു കളയും. വായിക്കാം. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരൊക്കെയും എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു വിചാരിക്കുന്ന നാഴിക വരുന്നു. 3 കൊലപാതകം തിരുവനന്തപുരം. ബാക്കി ഇനി കോട്ടയത്തോട്ടപ്പം അറിയാന്ന് പറയാം. കാടൽ ജിൻസൺ രാജ, CSI തിരുവനന്തപുരം. അപ്പൻ, അമ്മ, പെങ്ങൾ 3 എണ്ണത്തിന് വീട്ടിലെ വേലക്കാരിയെ കൊന്നു, എന്നിട്ട് തീയടിച്ചു. ഇന്ന് പൂജപ്പുര ജയിലിൽ MBBS പഠിക്കാൻ റഷ്യ വിട്ടാൻ സാത്താനെ ആരാധിച്ചു. പറഞ്ഞത് മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ. നമ്പർ 1 പാമ്പാടി മീനടം തൊട്ടടുത്ത് ഓർത്തഡോക്സ്. അവനാ നവീൻ. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് പഠിക്കാൻ വന്നയോ. വട്ടിയൂർക്കാവരി ദേവിയായിട്ട് നല്ലടുപ്പം. നല്ല കാര്യം, കല്യാണം കഴിഞ്ഞു, മക്കളില്ല, സാത്താനെ ആരാധിക്കുന്നു. അവൾ ജർമ്മൻ ഭാഷ പഠിച്ചു. 4-5 ലീക്കോള സ്കൂളിൽ അധ്യാപിക. അത് കഴിഞ്ഞിട്ട് വട്ടിയൂർക്കാവിൽ ലാറ്റക്സി ഒരച്ഛൻ്റെ ഒരു മകൾ ആര്യ. കഴിഞ്ഞ ജനുവരിയിൽ കല്യാണം ഉറച്ചു. മാർച്ച് 31 സ്കൂൾ അടച്ചു. സാത്താൻ ആരാധനക്കാർ എവിടെ പോയി? അഫ്ഗാനിസ്ഥാൻ, എവിടെ? നമ്മുടെ അരുണാചൽ പ്രദേശ്. അവിടെ ചെന്ന് ഈ പെങ്കൊച്ചിന് ചിങ്ങത്തി കല്യാണം ചാറ്റ് ചെയ്തു സാത്താൻ ഗ്രൂപ്പ്. 6-ാം ദിവസം സാത്താൻ ഗ്രൂപ്പ് പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ അന്യഗ്രഹങ്ങളിൽ ജീസസ് ഉയർത്തെഴുന്നേൽക്കും. കേട്ടോ പാമ്പാടിക്കാർ, കേട്ടോ? എല്ലാ റിപ്പോർട്ടും പോലീസ് ഇത് വേണേൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. സ്വോത്ര 7-ാം ദിവസം ആദ്യത്തെ കൊലപാതകം. ആര്യയെ കൊന്ന് കഴുത്തിൻ്റെ താഴെ തൊട്ട് വരച്ചു. 666 FIR ഏഷ്യാനെറ്റഡ്. 2 അവൻ്റെ ഭാര്യയെ കൊന്ന് രക്തം കട്ട പിടിക്കാതെ ആ ദേവിയെ കൊന്നു. 666. 3 അവന് 7-8-ാം ദിവസം കെട്ടിത്തൂങ്ങുന്നതിന് വിട്ട് കാലേ വരച്ച് 666. 10-ാം ദിവസം വാടാ അരുണാചൽ പ്രദേശ് വന്നു. കേരള പോലീസിനെ വിളിച്ചു. തിരുവനന്തപുരത്ത് കൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. സാത്താൻ ആരാധനക്കാർ 666. അമ്മമ്മേ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ മോർണിംഗ് പ്രയർകാരെ പിടിക്കും. ദാണ്ട് കേരളത്തിൽ സാത്താൻ ആരാധന വർദ്ധിക്കുന്നു. കേരള പോലീസ് അതീവ ജാഗ്രത നിർദ്ദേശം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്ന് കണ്ടട്ടെ, ഞാനല്ല, കണ്ടു. പോലീസുകാർ പത്രത്തിൽ കൊടുത്തു, സാത്താൻ ആരാധന കേരളത്തിൽ. അവസാനത്തെ കൊലപാതകം, തീരാമ്പൂവ ലോകം, വെള്ളറട, 5 മരങ്കാല്. ഇവിടുത്തെ പാസ്റ്റർമാരിട്ട് പോസ്റ്റ് ഇടുന്ന പോലല്ല. മരിച്ച ജോസേട്ടൻ എൻ്റെ മുമ്പിൽ അമ്മമ്മ ഇരുന്ന പോലെ പ്രസംഗം കേട്ടതാ. JS പെന്തക്കോസ് ദൈവസഭ. അവിടുത്തെ പാസ്റ്റർ ഷാജി പാസ്റ്ററിൻ്റെ സ്നേഹിതൻ കഴിഞ്ഞ ദിവസം അവിടുന്ന് പ്രസംഗിച്ചിറങ്ങിയത്. എന്താ സംഭവം? ഒരു മോനെ പഠിപ്പിക്കാൻ വിട്ടു ചൈനയിൽ. അവിടുന്ന് വഴക്കുണ്ടാക്കി വന്നു. അവൻ പറഞ്ഞ്, കൊച്ചിയിൽ ഞാൻ ഫിലിം പഠിക്കാൻ പോകുന്ന, ഫിലിമല്ല, അത് സാത്താനെ ആരാധിക്കാൻ പോയതാ കൊച്ചിയിൽ. എന്താ സംഭവിച്ചത്? ഒരു മുറി, 3 മൊബൈൽ, ഒരു ലാപ്ടോപ്പ്. സാത്താൻ ഗ്രൂപ്പുമായിട്ട് ബന്ധം. തലമുട്ടയടിക്കുന്നു, എന്നിട്ട് ചാറ്റ് ചെയ്യുന്നു. അവസാനം 7 പ്രാവശ്യം കൊല്ലാൻ നോക്കി. ഇത് പുറത്ത് പറഞ്ഞില്ല, രക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത്, കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. തീർന്നോ? തിരുവനന്തപുരം വെള്ളറട ജോസേട്ടൻ എനിക്ക് നേരിട്ടറിയാവുന്ന ആള്. കൊല്ലങ്ങൾ 1500 രാത്രി ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. ഇന്നലെ ചെങ്കൽ ചൂള, നാളെ രാത്രി നെടുമങ്ങാട് ഉഴമലക്കൽ പ്രസംഗിക്കേണ്ടതാ. എനിക്കറിയാം. ഇന്ന് രാത്രി എന്താ അവൻ ചെയ്തത്? 28 കുത്താപ്പനെ കുത്തിയത്. അത് കഴിഞ്ഞിട്ട് കഴുത്തു മറത്തു. വീഡിയോ വേണേ പോലീസുകാരിട്ട് തരാം. കമ്പ്യൂട്ടർ കൊണ്ടുപോയി. ആദ്യം വിചാരിച്ച് കുടുംബമടക്കം. കമ്പ്യൂട്ടർ നോക്കിയപ്പോഴാ ബ്ലാക്ക് മാജിക്ക്, സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട് ബന്ധം. അവസാനം സാത്താൻ ആരാധന. ഇന്ന് രാത്രി 3 കൊലപാതകം തിരുവനന്തപുരം. 1
കാടൽ ജെൻസൺ രാജ, 2 നവീൻ, ദേവി, ആര്യ, സാത്താനാരാധന. അവസാന പ്രജിൻ എന്ന ചെറുപ്പക്കാരൻ അപ്പനെ കൊന്നിട്ട്, ഇവിടെ ഒരാൾ കൊല കഴിഞ്ഞാൽ കോട്ടയത്ത് ഈസ്റ്റിൽ പോകത്തില്ല, അവൻ കൂളായിട്ട് വെള്ളറുടെ പോലീസ് സ്റ്റേഷനിൽ കത്തിയാറ്റി എന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ ഞാൻ കൊന്നു, ദൈവം പ്രതിഫലം തരുമെന്ന്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. ഇന്ന് രാത്രി ഈ പാലമുറ്റത്തോട്, മകനെ, മകളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയരുന്നില്ലല്ലോ, ഇതാകുന്നു രക്ഷാ ദിവസം. 5 മിനിറ്റ് കടമെടുത്തുകൊണ്ട്, സ്വോത്രം. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും സ്കൂളിൽ ടീച്ചറില്ലാഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം 2 ഫിസിക്സ് ക്ലാസ് 10ാം ക്ലാസ്സുകാർക്ക് എടുത്തതാണ്. സ്വോത്രം. രാത്രി ഞാൻ പെന്തിക്കോസുകാരെടുത്തും ഒരു മതത്തെ ഞാൻ വിമർശിക്കത്തില്ല. RC-ക്കാരെടുത്തും കാത്തലിക്കാരെടുത്തും പറയാം, അച്ഛന്മാരാകട്ടെ, പട്ടക്കാരാവട്ടെ, പാസ്റ്റർമാരാവട്ടെ, നിങ്ങളുടെ ചർച്ചിനകത്ത് 5 മിനിറ്റ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൈവിടപ്പെട്ടു പോകുന്ന ഒരു തലമുറ. അതാ എൻ്റെ നാഥൻ പറഞ്ഞത്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ, നമ്മുടെ തലമുറകൾ നശിച്ചു പോയില്ല. വിത്തിൻ 5 minutes യുവർ സൺഡേ വർഷിപ്പ് അറ്റ് യുവർ ചർച്ചസ് അറ്റ് എനിവയർ ഗീവ് എ സ്പെഷ്യൽ പ്രയർ ഫോർ അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഈ കൂട്ടത്തെ കുഞ്ഞുങ്ങളെ വീഴാതിരിക്കാൻ ഒരു മരുന്ന് കൂടെ പറഞ്ഞുതരാം. അതാ ആ മരുന്നിൻ്റെ പേരാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. സ്വോത്രം. അന്യഭാഷ ഉള്ളവനെ തൊടുവാൻ. അതുകൊണ്ട് പാലമുറ്റത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കണം. സ്വോത്രം. അതാ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. നിർത്താൻ പോകുന്നു. ഈ ദിവസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, അവസാന ഭാഗം വായിക്കാം. യോഹന്നാൻ 9:4 വായിച്ചിട്ട്, മോനെ, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. എല്ലാവരോടും ഈ വർഷം ഞങ്ങളാണ്, മതി ഒരു മിനിറ്റ് ഞാൻ പറയാം. ഈ വർഷം 1000 പേരോടെങ്കിലും പറഞ്ഞില്ല, ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. കരമുയരുന്നില്ലല്ലോ. 5ാമത്തെ കൺവെൻഷന് മാമേ വഴിവക്കിലെങ്കിലും പറയണം, പെന്തിക്കോസല്ലേ യേശു രക്ഷകൻ. മോനെ, യേശു എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്വ്. ഈ വെള്ളറട, പാമ്പാടി, നവീൻ, ഈ കോട്ടയം കൊലപാതകം കണ്ടിട്ട് എൻ്റെ നാഥൻ പറഞ്ഞ അടുത്ത വാക്കാൻ നമ്മുടെ പ്രസംഗം നിർത്താൻ പോകുന്നു. വായിച്ചട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ദാ കിടക്കുന്ന അമ്മാമയത്തിൽ നിന്ന് ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഇന്ന് രാത്രി നിത്യതയുടെ കവാടത്തിൽ എടുക്കപ്പെടും. ഒരു ഭാഗവും കൂടെ പറഞ്ഞ് നിർത്താം. 2 മിനിറ്റ് പാടുന്ന കുഞ്ഞുങ്ങൾ, 2 പാട്ട് എടുത്തര മോനെ. എന്താ, കുഞ്ഞാടതിൽ വിളക്കും കാലമെല്ലാം കഴിയും. നമ്മുടെ കർത്താവ് വരാറായ അപ്പച്ചമാരെ പ്രത്യാശ. പഴയ നിയമം, ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ എന്താ ചെയ്യുന്നത്? പാളയത്തിനകത്ത് കൊണ്ട് കല്ലെറിയണം. പെൺകുട്ടി പാപം ചെയ്താൽ അവളെ തീയടിച്ചു കൊല്ലണം. അതാ ന്യായപ്രമാണം. എന്നാൽ ഉയരത്തിൽ നിന്ന് കൃപയുടെ പ്രമാണവുമായി ഒരു രാത്രി നാടൻ കഥ എല്ലാവരും കേട്ടാട്ട്. പാലമുറ്റത്ത് നമ്മുടെ ശബുവേലച്ചാനും വത്സമ്മാമയും 2 കുഞ്ഞുങ്ങൾ. മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, 2ാമത്തെ പേര് കൊച്ചുമോൻ. ബെന്നിക്കുട്ടൻ വീട്ടുകാരിയാ. കൊച്ചുമോനും മുണ്ടക്കയത്തുള്ളവരുമായിട്ടായിരുന്നു ഭയങ്കര കമ്പനി. മനസ്സിലാക്കുന്നു. മുണ്ടക്കയത്തുള്ളവർ പറഞ്ഞ്, കൊച്ചുമോനെ നീ വീടും വിറ്റിട്ട് ഇഞ്ഞ് പോരെ. അപ്പച്ചനും അമ്മച്ചും പറഞ്ഞ് നിൻ്റെ ഓഹരിയൊക്കെ തരാൻ പോവരുത്. അവസാനം അവൻ വീടും വിറ്റ് പോയി മുണ്ടക്കയത്തി എന്ന്. ഇപ്പം പണവും വട്ടിക്ക് കൊടുത്ത് നല്ലൊരു ബാറും കിട്ടി, സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. സ്വോത്രം. അച്ചായ യവനെ എല്ലാം ദൈവം ശരിയാക്കുക. പണ്ട് സിയോനിലേക്ക് പരിപാടി പറഞ്ഞപ്പോൾ ഇപ്പം സിയോൻ ബാർ വെച്ചുകൊണ്ടിരിക്കുക. ഹൈന്ദവനൊക്കെ എത്ര നല്ലത്. സിയോൻ ബാർ എവിടാന്ന് ഞാൻ പറയുന്നില്ല, നാണം കെട്ടും. സ്വോത്രം. വിട്ടിരിക്കുന്ന ക്രിസ്ത്യാനി സിയോൻ ബാറിൽ നിന്ന് കുടിച്ച് കയ്യിലെ കാശും പോയി. 8 മാസമായപ്പോൾ കോവിഡും അടിച്ചു. കാശില്ല, വട്ടിയും പോയി. അവരെല്ലാവരും കൂടെ അവനെ കൊണ്ട് എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കോരത്തോടി കൊണ്ടിട്ട് പാലമുറ്റത്ത് വന്ന വത്സമ്മാമയും ശമുവേലച്ചാനും കയറ്റില്ല. പിന്നെ അയ്യാ കൊണ്ടുവരുന്ന പരിപ്പോട, ചായ, പൊങ്കലൊക്കെ കഴിക്കാമെന്ന്. സ്വോത്രം. ഇച്ചിരി ബിയറൊക്കെ അടിച്ചുകൊണ്ട് കാണാൻ ഇച്ചിരി വൃത്തിയായിരുന്നു. സ്വോത്രം. ഞങ്ങളുടെ ഭാഷ പന്നയ്ക്കും ഇഷ്ടപ്പെട്ടു, അയ്യായ്ക്കും ഇഷ്ടപ്പെട്ടു. സ്വോത്രം. 2 മാസം അരുമയാണ് ചാപ്പാട്. നല്ല ചപ്പാത്തി, കോട്ടയത്ത് ആർക്കേടിലെ മസാല ദോശ എല്ലാം അവന് കിട്ടി. സ്വോത്രം. 2 മാസം കഴിഞ്ഞപ്പോൾ അയ്യായ്ക്ക് പിടികിട്ടി. യാതൊരു രക്ഷയില്ലവൻ കിടക്കുമെന്ന്. മതിൽ വാലിബൻ ചോദിക്കുന്നത്, പശുക്കരുത് തമിഴ്നാട് கொஞ்சம் தமிழൊക്കെ பேசுகிறது ஐயா. கேரளத்தில் நிற்காது இந்த நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசும்படி அது நல் செய்தி கூட்டங்களுக்கு கொடுக்காது அருமையான ஊழியம் செய்த மக்களை இந்த നാൾക്കളിലേ എടുക്കുന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഞാനിത് പഠിക്കാൻ കാര്യമുണ്ട്. സത്യം പറയാം, ഇവിടെ ദൈവാശമായിരിക്കുന്നത് കേരളത്തിലെ പെന്തിക്കോസ്തുകാരെ എപ്പോഴും നമ്മൾ സ്വോത്രം. ഇതെല്ലാം കഴിഞ്ഞ 2 ബിരുദ റിസർച്ചും കഴിഞ്ഞത് നമ്മുടെ ബുദ്ധി എവിടം വരെ പോകുന്നു അവർക്കറിയാം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അവൻ പറഞ്ഞ അയ്യാ പശുക്കരുത്.
അയ്യാ പറഞ്ഞ് മിണ്ടക്കൂടാതെ ഇങ്ക വാളവിര പുളിയരി ഓക്കെ കാലിത്തീറ്റ പാലമുറ്റത്ത് അപ്പൻ്റെ വീട് വിട്ടു വന്ന സകല കൊച്ചോ മരുന്നിന്നാൻ പോന്നെ ഇതാ ഇന്ന് രാത്രി നീ മടങ്ങി വാ സ്വോത്രം. 8 മാസമായി ഒരു ഉടുപ്പ് ഒരു മുണ്ട് കൊണ്ട് പന്നിയുടെ മൂത്രവും ചാടവും അപ്പോൾ ഉണ്ട് CPM-കാരൻ കൺവെൻഷൻ അനൗൺസ് കോട്ടയം. இந்த நாட்களில் உலகத்தின் முடிவும் கடைசிக்கால செய்திகள் രാജ്യത്തോടും ജാതിയോടും. പാലമുറ്റത്ത് വന്നു അവൻ തെങ്ങിൻ്റെ വീട്ടിൽ കേട്ടതാ സ്വോത്രം. കറുകച്ചാലിലും കേട്ടതാ, തിരുനക്കര മൈതാനത്തും കേട്ടതാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മണർകാട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് അവൻ ബസ് സ്റ്റാൻഡിൽ വന്ന് കേട്ടതാ സ്വോത്രം. അപ്പോൾ അവനെ പിടി ഗുഡ് ന്യൂസിൻ്റെ വണ്ടിക്കകത്ത് വന്ന് കറങ്ങിയവൻ വാ സ്വോത്രം. കൺവെൻഷനിൽ വചനം കേൾക്കുന്നവന് സുബോധം വരും. കരമുയർത്തുന്നവർക്ക് സുബോധം വന്നവൻ എഴുന്നേറ്റാൽ അപ്പൻ്റെ വീട് അവന് വേണ്ടി തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രി അച്ഛൻ വന്നില്ല, പാസ്റ്റർ വന്നില്ല, ആരും വന്നില്ല, അവൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ പറയുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ ബോയ്സ് ആൻഡ് ഗേൾസ് സിറ്റിംഗ് ദിസ് ടൈം, ദേ ആർ സെയിങ്, പന്നികളോട് പറഞ്ഞ് ഗൈസ് ഐ ആം ഗോയിങ്. ഒറ്റച്ചാട്ടം മനസ്സിലാക്കുന്നവർക്കായി. 1-ാം ദിവസം കോരിത്തോടി നിന്ന് ചാടി. എവിടെ വന്നെന്നറിയാമോ? പൊൻകുന്നം വരെ അവൻ വന്നു. നല്ല സ്പീഡായിരുന്നു, അന്നങ്ങ് തളർന്നു പോയി. 2-ാം ദിവസം അവൻ എവിടെ വന്നു? 14 മൈൽ വരെ വരാൻ പറ്റുള്ളൂ പൊൻകുന്നത്തുനിന്ന്. 3-ാം ദിവസം അവൻ എവിടെ വന്നെന്നറിയാമോ? കാഞ്ഞിരപ്പാറ വളവിൽ വരെ വരാൻ പറ്റുള്ളൂ, നടക്കാൻ പറ്റിയില്ല. രാവിലെ 5:30 അവിടെ കിടന്നപ്പോൾ ഇവിടുന്ന് ഒരു അച്ഛനും അമ്മമ്മ കാലത്തെ ഒറ്റ വരവ് ക്രോസ് ചെയ്ത് കറുകച്ചാൽ വഴി പാലമുറ്റം. രാവിലെ അമ്മമ്മ 7:15 പവർ വിഷനകത്ത് എന്താ ദിശയമേ 46 TV കണ്ടപ്പോൾ കാറിൻ്റെ റിവേഴ്സ് ഗിയർന്ന് പോലെ ദാ വരുന്നു. നമ്മുടെ വീട്ടിലിപ്പോൾ ബാക്കിയല്ലല്ലോ, ലെഫ്റ്റ് റൈറ്റ് ക്യാമറയല്ലോ സ്വോത്രം. മുടിയം കൊച്ചുമോൻ ദാ വരുന്നു. അച്ചായ ആര് മരിച്ചെന്ന് മനോരമ നോക്കുന്നു. ഇവിടുത്തെ വത്സമാമ എന്ന അച്ചായനോട് പറയും, എൻ്റെ അച്ചായ വീതം മേടിച്ചോ, മുടിയം ദാ വരുന്നത്, വണ്ടി എടുത്താട്ടെ, കോട്ടയത്ത് ലൂലു തുറന്ന് നമുക്ക് പർച്ചേസിന് പോകാം. മനസ്സിലാകുന്നവർക്കായി അങ്ങനെ പോകുന്ന വത്സമ്മാമേ ശമുലച്ചാനുവ ഇവിടെയുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഇന്ന് രാത്രി മദ്യപാനി ജീവിതം തകർന്ന വ്യക്തിയെ ഇതാദ്യ രാത്രി നീ മടങ്ങി വാ സ്വോത്രം. അവ വന്ന് ഒന്നേ, ഇതിൻ്റെ പേരാ മാനസാന്തരം. അവൻ പേപ്പററിഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ സുവിശേഷ പ്രസംഗം, വെളിപ്പാടല്ലോ. അപ്പം പറഞ്ഞ കാര്യമുണ്ട്, മോനെ നീ പോയതിൻ്റെ അന്ന് ഞാൻ ബാറ്റയുടെ ചെരുപ്പ് മേടിച്ച് വെച്ചിരിക്കുക, തട്ടാൻ തങ്കപ്പനെ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി മോതിരം പണിഞ്ഞിരിക്കുക, ഒരു രക്ഷയുടെ ഉടുപ്പുണ്ട്. ഒന്നേ, വന്നവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, കളർ നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല, പന്നിക്കൂട്ടത്തിൽ കിടന്നു നോക്കിയില്ല, നിറം നോക്കാതെ മണം നോക്കാതെ ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ പാലമുറ്റത്ത് പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര നസ്രേനായ യേശു ക്രിസ്തു. സ്വോത്രം. കള്ളുകുടിയാ ഈ രാത്രി മടങ്ങി വാ. മദ്യപാനിയേ കാലം തീരാറായി മടങ്ങി വാ. ഇന്ന് രാത്രി മടങ്ങി വന്നാൽ അപ്പൻ്റെ വീടിൻ്റെ വാതിലുകൾ തീർന്നില്ല. അവനെ അകത്ത് കൊണ്ടുപോയില്ല, അവന് രക്ഷയുടെ വസ്ത്രം കൊടുത്തു. ഇതാ സുവിശേഷ പ്രസംഗം. 1-ാമത്തെ യാദം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി അവൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അവരെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്ക് കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ രാത്രി രക്ഷിക്ക് പട്ടണത്തിൽ സൗണ്ട് ബോക്സിന് മുമ്പിൽ നിൽക്കുന്നവരാരും ഗ്രൗണ്ടിൽ വരണ്ട. ഇന്ന് രാത്രി ഞാനൊരു പാപിയെന്ന് ആരെങ്കിലും നെഞ്ചത്ത് കരം വെച്ച് കരയുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പാപത്തെ മാറ്റി മണിയറയിൽ കൊണ്ടുപോകുവാൻ ഏകരക്ഷകനായ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ഒരു രാത്രി കൂടി ചങ്കുവേനെടുക്കുന്നെങ്കിലും പ്രശ്നിക്കുക. നല്ല ദൈവജനം, നല്ല ദൈവ സാന്നിധ്യം മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. മോനെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇപ്പോൾ കോട്ടയത്തായിരുന്നു, ഇപ്പോൾ പകുതിയും പോയാണ് സ്വോത്രം. ഇത് റബ്ബർ തൊട്ടാണ്ടിരിക്കുക, നല്ല കാര്യം സ്വോത്രം. ഇന്ന് രാത്രി പറയാം, ഞാൻ കമ്മ്യൂണിറ്റി ഓൺകോളജി ക്യാൻസർ റിസർച്ച് പോയപ്പോൾ ഞാൻ കരഞ്ഞു പോയൊരു കാര്യമുണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സർജനാണ് ഡോക്ടർ മാർക്ക്. കേട്ടാട്ട് മക്കൾ, അദ്ദേഹം കാലിഫോർണിയക്കാരനായിരുന്നു. പിറ്റേന്ന് ഡാലസിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അദ്ദേഹം പോകാൻ തയ്യാറായി. വൈകിട്ട് പ്ലെയിൻ 5:30 പ്ലെയിൻ, 4:30 എയർപോർട്ടിൽ ചെന്ന് 1 മണിക്കൂർ മതി. അവിടെ ചെന്നപ്പോൾ എയർപോർട്ട് അടച്ചിട്ടേക്കുന്നു. ഡ്യൂറിങ് ദ വെന്റ് ദ എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ 24 hours. കാറ്റ് കൊണ്ട് എയർപോർട്ട് അടച്ചിട്ടിരിക്കുക. കഴിഞ്ഞാൽ ഞാനാ വലിയ പുള്ളി വേറെ പ്ലെയിൻ പറഞ്ഞ പുള്ളി പറഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് സാറേ പ്ലെയിൻ വിടൂ, കാറ്റാ, വേണമെങ്കിൽ കാർ എടുക്കാൻ പറഞ്ഞു. ഒരു കട അവിടെ ഇല്ല, ഒരു കുഞ്ഞു വീട്, 2 ചിമ്മിനി ലൈറ്റ് കത്തുന്നു. മക്കള് കുറേ ഓടനടുത്ത ബോർഡറിൽ കയറായി വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി കോളിംഗ് ബെല്ലടിച്ചു. ഒരു കാപ്പി തരൂ. അവൾ പറഞ്ഞു സിറ്റ് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ 5 minutes. 5 മിനിറ്റ് എടുത്ത മുറിയിൽ പോയി 5 വയസ്സുള്ള കുഞ്ഞിനെടുത്ത് മാറോട് കരയുന്നു, പ്രാർത്ഥിക്കുന്ന. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഡോക്ടർ മാർക്കിനെ കാണും ഇന്ന് രാത്രി. അയ്യോ, അദ്ദേഹത്തിൻ്റെ അകത്ത് അകവാള് പോയി.
ചായ കുടിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഭർത്താവ് അവിടെ മരിച്ചുപോയി. ആരാ അത്? 5 വയസ്സുള്ള കൊച്ച. എന്താ പ്രാർത്ഥിക്കുന്നത്? അടുത്ത പട്ടണത്തിൽ താങ്കളുടെ പേരുള്ള ഡോക്ടറുണ്ട്, സർജറിക്ക് കാശില്ല, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അയാൾ നിരീശ്വരവാദിയാണ്. ഞങ്ങളെ പുസ്തകം വായിച്ച് കരഞ്ഞു. അവളോട് പറഞ്ഞു, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കുഞ്ഞിനെ മാറോട് അണച്ചു. അതിന്ന് ജീവിക്കുന്നു. ഇന്ന് രാത്രി അമ്മമ്മേ, കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇരവ്. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ അമേരിക്കയിലെ ഡോക്ടറിന്റെ കാറല്ല നിന്റെ വീട്ടിന്റെ മുറ്റത്തും കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ നിയമത്തെ മാറ്റിക്കഴിഞ്ഞു. കൊലപാതകം നിർത്താൻ പോകുന്നു. അത് കഴിഞ്ഞ് മനുഷ്യൻ അന്യോന്യം, കുട്ടികൾ പീഡിപ്പിക്കപ്പെടും. ലോത്തിന്റെ കാലത്തെ സാമ്പിൾ അമേരിക്കയിൽ. അതിനു മുമ്പ് ചങ്കില ചോരയാൽ കഴികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. 2, സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിൽ. അതിനു മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. അതിന് ബ്ലൂ ബ്രെയിൻ കിട്ടും. അതിനു മുമ്പ് പരിശുദ്ധാത്മ ശക്തിയുള്ള ദൈവസഭ ചേരും. ആഗോള വ്യാപകമായി മൊബൈലുകൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുമ്പോൾ കോട്ടയത്തും ചിങ്ങവനത്തും ഞാലിയാങ്കുഴിയും പരുത്തുംപാറയും കേൾക്കാൻ പോകുന്നു കർത്താവിൻ്റെ ഗംഭീരനാദം. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. ഇന്ന് രാത്രി 1-ാം ലോകമഹായുദ്ധം, ലീഗ് ഓഫ് നേഷൻസ്. 2-ാം ലോകമഹായുദ്ധം, യുണൈറ്റഡ് നേഷൻ. 3-ാം ലോകമഹായുദ്ധം വരാൻ പോകുന്നു. എതിർ ക്രിസ്തു ആ വലത് കരം ഉയർത്തിപ്പിടിച്ചാട്ട് അവൻ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തെങ്ങണ കറുകച്ചാൽ പാലമുറ്റം കരമുയർത്തിപ്പിടിച്ചാട്ട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരമടിച്ചാരാധാച്ചാട്ടെ. കുഞ്ഞാടതിൽ വിളക്കാണ്. ഇരുളൊരു ലേശവും അവിടെ ഇല്ല. തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. എല്ലാ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുതിയിട്ട് എല്ലാ കരങ്ങളും അടിച്ച് കർത്തർക്ക് മഹിമയാണ്ടവരിൻ വല്ലമായി ഇന്ന് രാത്രി എല്ലാ ശാപക്കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിന് മഹിമയെ കൊടുത്ത് ആരാധിച്ചാട്ടെ. 1000 വിടുവിക്കപ്പെടട്ടെ. അടുത്ത ദിവസങ്ങൾ പട്ടണങ്ങളിൽ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ എല്ലാ ശാപങ്ങളും അഴിയട്ടെ. ലോർഡ് ജീസസ്. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. കുഞ്ഞാടിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അവ കാറ്റിനെയും കടലിനെയും, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്,
ഇരുളൊരു ദേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ദേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് അവനെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്രയിടണ്ട, അക്കരയ്ക്കു യാത്ര ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും അവേ കടലിനെയും, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പടകിലുണ്ട്, പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യൂ ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യൂ ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യൂ ചെയ്യോ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യൂ ചെയ്യോ സഞ്ചാരി. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. കൺവെൻഷന്റെ ആദ്യ ദിവസം എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അടിയട്ടെ. നന്ദിയപ്പ, നന്ദിയപ്പ. ഓ ലോർഡ് ജീസസ്, കൃപയേ, കൃപയേ. ലോർഡ് ജീസസ്. ഒരു നിമിഷം 5 മണ്ഡപകങ്ങൾ, കുരുടർ, കുഷ്ഠരോഗികൾ, ചന്ദ്രവാതക്കാർ, പക്ഷപാതക്കാർ, ശരീരം തളർന്നവർ. ഒരു ദൂതനിറങ്ങും, രാവിലെ കുളം കലക്കും. ആദ്യം ചാടുന്നവൻ അതിനകത്ത് രക്ഷ. 38 വർഷമായിട്ട് ഒരുവൻ കിടക്കുക. അച്ചായന് ഇച്ചിരി ഇച്ചിരി നടക്കാം, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മുമ്പേ ഒരാൾ ഇറങ്ങുമോ. അവൻ്റെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ നാഥൻ വന്നു. ഇന്ന് രാത്രി കൺവെൻഷൻ്റെ ആദ്യ രാത്രി, ഇന്ന് രാത്രി കാത്തിരിക്കാമെങ്കിൽ കോളാൻ കലങ്ങണ്ട. കൺവെൻഷനിൽ വരുവാനുള്ളവൻ വന്നാൽ നിന്റെ കെട്ടുകളെ അഴിക്ക്. ഏത് പാരമ്പര്യ രോഗത്തെയും അറുത്തു മാറ്റുക. ഇന്ന് രാത്രി നിന്റെ ക്യാൻസർ ആവട്ടെ, ട്യൂമർ ആകട്ടെ, ആർത്രൈറ്റിസ് ആവട്ടെ, തൈറോയിഡ് ആകട്ടെ. യേശുവിൻ്റെ വയസ്സ് എത്ര അമ്മാമ്മ? 33.5 വയസ്സ്. ഈ അപ്പച്ചൻ്റെ രോഗത്തിൻ്റെ വയസ്സ് 38. ഏത് കടുങ്കട്ട് വീണ രോഗത്തെയും മാറ്റുക. വ്യതസ്ഥത കുളക്കടവിൽ ഇറങ്ങി വന്ന നാഥൻ്റെ കരം പാലമുറ്റത്ത്. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ കൊയറിനോട് ചേർന്ന്. ഇന്ന് രാത്രി ആ സ്വർഗത്തിൻ്റെ ക്യാമറ, രോഗികൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എല്ലാം വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ, കരങ്ങൾ ഉയരട്ടെ. യെസ്, വൻഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടും നേരത്തും. ഒരിക്കൽ കൂടി മോനെ, വൻഭാരങ്ങൾ, നേരിടും നേരത്തും. എൻ ചാരവേ, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹ സഖിയാ. ഈ ലോക സഖികളെല്ലാരും മാറിപ്പോയാ. എല്ലാ കരങ്ങളും എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവമേ നീയല്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ക്ഷീണിത രോഗത്തിൽ രോഗികൾ, ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ
വൈദ്യൻ ഒരിക്കൽ കൂടി എല്ലാ കരങ്ങളും ക്ഷീണിത രോഗത്തിലും നീ മാത്രമേ വൈദ്യൻ മറ്റാരെയോ അപ്പാ മറ്റാരെയും ഞാൻ കാണുന്നില്ല മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ നീയല്ലാരും യേശു മാത്രം ഒരിക്കൽ കൂടി രക്ഷക എല്ലാ കരങ്ങളും യേശു മാത്രം യേശു മാത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ.